കോവിഡ് ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ ഇവനൊരു സൈക്കിൾ മേടിച്ചു. അപ്പോൾ ഞാനൊരു സൈക്കിൾ മേടിച്ചു. ഞങ്ങളുടെ സൈക്കിൾ ജസ്റ്റ് ഒന്ന് അടുത്തൊക്കെ ഒന്ന് പോയി, ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ പോയി. ക്യാമറ ഒക്കെ മേടിച്ചങ്ങനെ പോയി. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സൈക്കിളിന് പോക്ക് നടക്കില്ലെന്ന് മനസ്സിലായി. കാര്യം ഫസ്റ്റ് പോയ വ്ലോഗ് തന്നെ ഏകദേശം ഒരു 60 GB ഫയല് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ ഫുള്ളായിട്ട് പോയി. അതുമല്ല 60 കിലോമീറ്റർ സൈക്കിൾ പോയി, അതൊന്ന് ആലോചിച്ച് നോക്കി. 60 കിലോമീറ്ററും പോയി 60 GB പോയി. നിങ്ങൾ IT പ്രൊഫഷണൽ എന്നൊരു എസ്കേപ്പിന് വേണ്ടി വീക്കെൻഡ്സിൽ പോയി തുടങ്ങിയ ഒരു ഐറ്റം ഇപ്പോൾ ഒരു ഹിറ്റായിട്ട് മാറി. ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്നൊരു ബാനറായിട്ട് മാറി. ഒരു ജേണി എൻജോയ് ചെയ്യുക. കാര്യം നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കി പോകരുത്. കാര്യം എല്ലാ ജേണിയും പോണ വഴിക്ക് നമുക്ക് പല പല കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റും. ഡൗൺസ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും. അതങ്ങ് എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ഒരു സന്ദർഭമാണ്. ഞങ്ങൾ ആസിഫ് അലീനെ കണ്ടായിരുന്നു മൂന്നാർ വെച്ചിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയപ്പോൾ നമ്മൾ ക്യാമറ ആയിരുന്നു ആലോചിച്ച് നോക്കി. എല്ലാം ബാഗിലൊക്കെ എടുത്ത് വെച്ച് പോകാൻ നിൽക്കണേ. അപ്പം ഞങ്ങൾ ഐഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ ആസിഫ് അലീനെ ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ആ വീഡിയോന്റെ ഹുക്കിൽ ആസിഫ് അലീനെ കൊടുത്ത ആസിഫ് അലി കാണാൻ വന്ന സ്ഥലം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2 സ്പെഷ്യൽ ഗസ്റ്റാണ്. ഇവർ IT പ്രൊഫഷണൽസ് ആണ്, ഇവർ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, ആൻഡ് ഓൾസോ ഓൺടർപ്രണേഴ്സ് കൂടെയാണ്. സോ ലെറ്റ്സ് വെൽക്കം കിഷോർ ആൻഡ് വിനു. നിങ്ങൾ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്ന് പറയുന്നതായിരിക്കും എല്ലാവർക്കും പൊതുവെ അറിയാന്നുള്ളത്. സോ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? നമ്മളിപ്പോ പേര് പറഞ്ഞ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല. ഒരു റെഡ് ഹുഡി ബ്ലാക്ക് ഹുഡി ഇട്ട് സ്ഥിരം വീട് വെച്ചാണ് 2 ചേട്ടന്മാര്. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും അറിയുന്നത്. എൻ്റെ പേര് വിനു എന്നാണ്. എൻ്റെ പേര് കിഷോർ എന്നാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു ട്രാവൽ പേജാണ് ചെയ്യുന്നത്. ട്രാവൽ പേജ് ഒപ്പം തന്നെ ട്രെൻഡിങ് ടോപ്പിക്സ് ഒക്കെ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പം നിങ്ങളൊരു ജേണി ഒന്ന് പറയാവോ? ജേണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം സൈക്കിളിലാണ് വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തത്. സൈക്കിളിൽ പോയിട്ട് ഫൂട്ടേഴ്സ് ഒക്കെ ഇവൻ കൊണ്ട് കളഞ്ഞു. അതൊരു 3 years ബാക്കാന്ന് തോന്നുന്നു. കോവിഡ് ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയപ്പോൾ ഇവനൊരു സൈക്കിൾ മേടിച്ചു. ഞാനൊരു സൈക്കിൾ മേടിച്ചു. ഞങ്ങളുടെ സൈക്കിൾ ജസ്റ്റ് ഒന്ന് അടുത്തൊക്കെ ഒന്ന് പോയി, ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ പോയി. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഒരു റെൻറ്റിന് ആദ്യം ജസ്റ്റ് ഒരു ഫ്രണ്ടിനോട് പൈസ ചോദിച്ച് EMI ഒരു ഓസ്മോ അല്ലേ ഞങ്ങൾ ക്യാമറ ഒക്കെ മേടിച്ചങ്ങനെ പോയി. പക്ഷേ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സൈക്കിളിന് പോക്ക് നടക്കില്ലെന്ന് മനസ്സിലായി. കാര്യം ഫസ്റ്റ് പോയ വ്ലോഗ് തന്നെ ഏകദേശം ഒരു 60 GB ഫയല് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ ഫുള്ളായിട്ട് പോയി. അതുമല്ല 60 കിലോമീറ്റർ സൈക്കിൾ പോയി, അതൊന്ന് ആലോചിച്ച് നോക്കി. 60 കിലോമീറ്ററും പോയി 60 GB പോയി. അതോടുകൂടി പരിപാടി നിർത്തിക്കോളാം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ സൈക്കിൾ ഒരിടയും നിർത്തി. ഞങ്ങൾ പയ്യെ ബൈക്കാക്കി. ബൈക്ക് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചവിട്ടി കഷ്ടപ്പെടണ്ടല്ലോ. ബൈക്ക് എടുത്ത് കൂട്ടിക്കൂടി സ്ഥലങ്ങളൊക്കെ പോകുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ ഈ റീല് കോൺസെപ്റ്റ് ഇല്ല. നമ്മൾക്ക് ശരി ഞാനൊരു റിലീഫാണ് ആക്ച്വലി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാന്നുള്ള സാധനത്തിലോട്ട് വന്നത്. അന്ന് ഞങ്ങൾ ഈ കോസ്റ്റ്യൂം തന്നെ, കാരണം വെയിലും കൊള്ളണ്ട മഴയും കൊള്ളണ്ട. അതെന്ന് പറയുമ്പോൾ അന്ന് എനിക്കൊരു ബ്ലാക്ക് ഹുഡി ഉണ്ടായിരുന്നു. ഇവന്റെ കോളേജിൽ പഠിക്കുമ്പോൾ സാധനം ഇതല്ല, ആ സമയത്ത് വേറെ ആയിരുന്നു. ഇവിടെ ഫ്രണ്ട് റോഡ് ഈസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു റെഡ് ഹുഡി ആയിരുന്നു. ആ 2 ഹുഡിയിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങും. അന്ന് ലോങ് വീഡിയോസ് ആണ്, ചുമ്മാ രസത്തിന് ലോങ് വീഡിയോസ് ഒക്കെ എടുക്കും. അത് ഡബിങ് ഒന്നുമില്ല, ജസ്റ്റ് നോർമൽ വീഡിയോസ് അതൊക്കെ എടുത്തിട്ട് വരും. അതങ്ങ് എഡിറ്റ് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 500 അല്ലെങ്കിൽ 600 വ്യൂസ് ഉണ്ടാവും. അത് അതിൻ്റെ സന്തോഷം. 600 വരെ ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോൾ തിരിച്ചങ്ങ് പോരും. പിന്നീടാണ് അല്ലേ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ഫോൺ എടുത്തിട്ട് ഐഫോൺ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ IT പ്രൊഫഷണൽ എന്നൊരു എസ്കേപ്പിന് വേണ്ടി വീക്കെൻഡ്സിൽ പോയി തുടങ്ങിയ ഒരു ഐറ്റം ഇപ്പോൾ ഒരു ഹിറ്റായിട്ട് മാറി. ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്നൊരു ബാനറായിട്ട് മാറി. അതാണ് അങ്ങനെ പറയാം. ആക്ച്വലി ഞങ്ങൾ പോലും അറിഞ്ഞില്ല ഞങ്ങൾ കയറി വന്നത്. കാരണം ഒരു വീഡിയോ ക്ലിക്കായത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ല ഫോളോവേഴ്സ് കയറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മലയാറ്റൂരുള്ള ഒരു സ്പോട്ടാണ്, ഒരു അക്കോഡറ്റ് എന്ന് പറഞ്ഞ്. അവിടെ ചെന്ന് ജസ്റ്റ് ഇപ്പോൾ ഇവൻ്റെ അന്ന് നമുക്ക് ഈ മൈക്കൊന്നുമില്ല, ജസ്റ്റ് ഫോണിൽ നമ്മൾ ജസ്റ്റ് സംസാരിക്കും. അത് നമ്മൾ വോയിസ് ആയിട്ട് സിങ്ക് ചെയ്യും. അപ്പോൾ ഇവൻ്റെ ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾക്ക് മാറി ജസ്റ്റ് നോർമൽ ടോക്ക്. ആ വീഡിയോ ഉണ്ടായാൽ ഒന്നുമില്ല, ജസ്റ്റ് പ്രിപ്പറേഷൻ ഒന്നുമില്ല. ജസ്റ്റ് ഇതൊരു അക്കോഡറ്റാണ്. ഈ അക്കോഡറ്റ് പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടി വെള്ളം പോകും എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തമാശക്ക് ഒരു സാധനം പറഞ്ഞു. അത് പറഞ്ഞാൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ഒരു 200K 300K റേഞ്ച് വ്യൂസ് അങ്ങ് പോയത്. ഞങ്ങൾ തന്നെ കണ്ണുകളിപ്പോൾ ഇതെന്താ സംഭവം. മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളൊരു 2 ആഴ്ച ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റീച്ച് വരാൻ തുടങ്ങിയത്.
അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു ലൈഫിന്റെ ഭാഗമായി. ഇപ്പൊ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ്. ഒരു ഗിൽറ്റ് ഫീൽ അടിക്കും. പക്ഷേ ഈ ആഴ്ച പോയില്ല, എവിടെയെങ്കിലും പോകണം. അതൊരു ആ ഒരാഴ്ച ഡിപ്രഷനായി പോകും നമ്മള്. കാരണം ചെയ്തില്ലല്ലോ, ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോന്റെ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഫസ്റ്റ് വീഡിയോ അതിമനോഹരമായതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ വീഡിയോ ചമ്മൽ തോന്നി, ഇത് എന്ത് കാണിച്ചു വെച്ചേക്കണേ. അതുമല്ല, ക്യാമറ ഇങ്ങനെ പിടിച്ചാലും ഞങ്ങളില്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് അതിനകത്തുള്ളത്, ഞങ്ങൾ അതിനകത്തില്ല. അതായത് സൈക്കിൾ ബ്ലോഗിങ് ആയതുകൊണ്ട് തന്നെ സൈക്കിൾ ഇരുന്നിട്ട് നമ്മൾ ഇതിങ്ങനെ പിടിച്ചാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇവൻ ബാക്കിലുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഇവൻ്റെ കൊടുക്കും, ഞാൻ ബാക്കിലായിരിക്കും. പിന്നെ ആകെ ഒരു ജർക്കിങ്ങും ഷൂട്ടിങ്ങൊക്കെ ആയിട്ട് എന്തൊക്കെയോ എടുത്ത് വെച്ചേക്കുന്നു. ഒരു കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ അപ്പ് ചെയ്തില്ല. അതെവിടെ പോയതായിരുന്നു? അത് എവിടെയായിരുന്നു? അതെനിക്ക് തോന്നുന്നു എൻ്റെ വീടിൻ്റെ അടുത്തൊരു സ്ഥലം ഉണ്ടായിരുന്നു. സൈക്കിൾ വ്ളോഗാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകാൻ പറ്റില്ല. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ പാടമൊക്കെ ഉള്ള ഒരു സ്പോട്ട് കണ്ടപ്പോൾ അതങ്ങ് നമ്മളൊരു പേര് വിട്ടങ്ങ് തുടങ്ങി. കാര്യം ഇവൻ്റെ വീടിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഇവിടുന്ന് 15 കിലോമീറ്റർ പതേ ചവിട്ടി അവിടെ എത്തി. അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ ആ സാധനമില്ലേ, ആ സംഭവം തോന്നി. എല്ലാവർക്കും തന്നെ കേട്ടോ, ആദ്യമായിട്ട് ഉടനെ എല്ലാവരും സ്വന്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചമ്മൽ തോന്നും. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാർ നമ്മൾ പഞ്ഞിക്കൂടോ കളിയാക്കോ, അടുത്ത തൊട്ട് പോസ്റ്റ് ചെയ്തില്ല. അതിപ്പം കിടപ്പുണ്ട്. ആ രണ്ടാമത്തെ വീഡിയോ പക്ഷെ സെറ്റായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. ഞങ്ങളെല്ലാം നല്ല രീതിക്കൊക്കെ പറഞ്ഞ എല്ലാം കഴിഞ്ഞ് ഇവൻ വീട്ടിൽ പോയി കോപ്പി ചെയ്താ കട്ട് ചെയ്തിട്ട് നേരെ കൊണ്ടാൻ വേണ്ടിട്ട്. പക്ഷെ അത് എറർ വന്ന് ഫുൾ പോയി. അത് ഈ പറഞ്ഞ ഞാൻ ഫോട്ടോ വെച്ചിൽ ഒരു സ്പോട്ട് കവർ ചെയ്താണ്. കവർ ചെയ്ത് ജസ്റ്റ് അവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു, രസം വരുന്നത്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ഇല്ല, നമ്മളവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ പിള്ളേരൊക്കെ ആയിട്ട് ഫുട്ബോൾ കളിക്കുന്നു, അവിടുത്തെ ഓരോ സ്പോട്ടൊക്കെ കവർ ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്നിട്ട് അന്ന് വീഡിയോ എഡിറ്റ് ചെയ്യണമല്ലോ, നൈസായിട്ട് എല്ലാം അങ്ങ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ഒരു എറർ വന്നു, ഫുൾ പോയി. കുറേ റിക്കവർ ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ഈ ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്നൊരു പേര് എങ്ങനെ എനിക്ക് കിട്ടിയേ? അതായത് ഞങ്ങൾ സൈക്ലിംഗ് ആണല്ലോ ഫസ്റ്റ് തുടങ്ങിയത്. അപ്പോൾ ഫ്രണ്ട്സ് ഓൺ വീൽസ് എന്ന് പറഞ്ഞാൽ സൈക്ലിങ്ങിൽ പോകുന്നൊരു സംഭവമായിരുന്നു. പിന്നെ സൈക്കിളിന്റെ പരിപാടി നടക്കില്ലെന്ന് മനസ്സിലായി, സ്പോട്ടിൽ ബൈക്കായി. കാരണം രണ്ടിലും വീലുണ്ടല്ലോ, ഇനിയിപ്പോ കാറാക്കിയാലും കുഴപ്പമില്ല. കാര്യം ഈ ബൈക്കിൽ പോയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഓരോരോ ഇടയ്ക്ക് ഞങ്ങൾ മാമലക്കണ്ടം ഒന്ന് കവർ ചെയ്യാൻ പോയപ്പോൾ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പോൾ ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ കയറി ഭയങ്കര മഴ, നമുക്ക് വണ്ടി അങ്ങ് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ മനസ്സിലായി ബൈക്കിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. രണ്ടുപേർക്ക് പോകാൻ പറ്റില്ല, കുറേ ബുദ്ധിമുട്ട് മനസ്സിലായി. പിന്നെ പയ്യെ ബൈക്ക് മാറി കാറാക്കി. പക്ഷെ കാറെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ പോലും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ പൈസ ഞങ്ങൾ രണ്ടുപേരും മുടക്കില്ല ഒരു കാര്യത്തിന്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ 100 രൂപയാണ് ഒരാൾക്ക് ചിലവ്. 100 രൂപ, അതായത് ഫുഡ് പെട്രോൾ ഉൾപ്പെടെ. അപ്പോൾ കാറ് ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അറിയാമല്ലോ, ഒരു 1000 രൂപയുടെ പെട്രോളൊക്കെ അടിക്കണം, അത് നടക്കില്ല അത്. പക്ഷേ ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് വീഡിയോസ് ക്ലിക്കായി പ്രൊമോഷൻസ് വന്ന് ആ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ കാർ എടുക്കണത്. അതാണൊരു അതും നമ്മൾ ആദ്യം ചിന്തിക്കണമെന്നില്ല. ഇപ്പോൾ താർ എടുക്കുന്ന കേസൊക്കെ ഞങ്ങൾ മനസ്സിലില്ലാത്തൊരു കാര്യമായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഒരിടയ്ക്കും ഇങ്ങനെ ജസ്റ്റ് ഇരുന്നപ്പോൾ ഒരു വണ്ടി ഇങ്ങനെ, അന്ന് എനിക്കൊരു മാമലക്കണ്ടൊക്കെ തോന്നുന്നു, നമ്മൾ അന്ന് പോകാൻ പറ്റാണ്ട് ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുക, സ്റ്റെപ്പിൽ ഇരിക്കുക. അത് മഴ വന്നിട്ട് ഭയങ്കര മഴ. ആ ഒരു ഫ്ലഡല്ല, രണ്ടാമത് ഫ്ലഡ് വന്നില്ലേ ആ ഒരു സമയത്ത്. ഈ പറഞ്ഞ പോലെ ഭയങ്കര മഴ. ഞങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു ജാക്കറ്റൊക്കെ എടുത്ത് എന്ത് ഇവിടെ വരെ എത്തിയിട്ട് പോകാനും പറ്റാനുള്ള എന്തെന്ന് പറയുമ്പോൾ ഒരു താറ് നൈസായിട്ട് ഇങ്ങനെ പോയി. ആ മഴയത്ത് ഇങ്ങനെ പുഷ്പം പോലെ കയറിപ്പോയി. പിള്ളേരെ കൈ നോക്കിയാലേ. അങ്ങനെയാണ് താറിന്റെ ഒരു കഥയും കൂടെ വന്നത്. പക്ഷെ വണ്ടി എടുത്തതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് ക്ലിക്കായി. കാരണം ഞങ്ങൾക്കൊരു ഐഡന്റിറ്റി കിട്ടി, റെഡ് താറാണ്. പിന്നെ പിള്ളേര് ഇതിന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. അതായത് ആ വണ്ടി നമ്പർ കണ്ടുപിടിച്ചിട്ട് ചേട്ടന്റെ മറ്റേ 144 കണ്ടായിരുന്നു കേട്ടോ ചേട്ടന്മാരുടെ. ആ നമ്പർ വരെ അവർ നോട്ടീസ്. പെട്രോൾ പമ്പിലൊക്കെ നിൽക്കണ വിളിച്ചൊക്കെ ചോദിക്കും, നിങ്ങളല്ലേ ആ നിൽക്കണം. അപ്പം ഞാനല്ലല്ലോ, വണ്ടി നമ്പർ കറക്റ്റ് ആണല്ലോ ആ ഒരു ഇതില്. പിന്നെ എല്ലാം കൊണ്ട് ആ ബ്ലാക്ക് റെഡ് തീരും കൂടി വന്നപ്പോൾ കറക്റ്റ് അങ്ങ് ബ്ലെൻഡ് ആയി. നിങ്ങളെ കാണുന്ന കാലം തൊട്ട് നിങ്ങൾ ഈ ഹുഡിയ ബ്ലാക്ക് റെഡ് നിങ്ങൾ അലക്കാർക്കുണ്ടോ? ഇല്ല, ഇത് അലക്കാറില്ല. അതായത് ഞങ്ങളുടെ വണ്ടിയുടെ ഡിക്കിയിൽ ഈ സാധനം കിടക്കണേ, ആവശ്യമുള്ള മാത്രം എടുത്തൊന്ന് കൊടയും എടുത്തു. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു പെർഫ്യൂം ഉണ്ട്, പെർഫ്യൂം രണ്ട് ഫ്രഷ്നസ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നസ് തന്നെ ഫീൽ ചെയ്തോളൂ. ഇതെന്ത് പറ്റി ഇത് തന്നെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ? ഇൻക്ലൂഡിങ് ഈ ഇടയ്ക്ക് നമ്മളൊരു ഇവന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഇവന്റിലും നിങ്ങൾ സെയിം കോസ്റ്റ്യൂം. ഇതെന്ത് പറ്റി ഇങ്ങനെ ഫോളോ ചെയ്യാൻ തോന്നിയ? നമ്മള് ആൾക്കാർ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു മെയിൻ സാധനമാണ് ഇത് രണ്ടും. ലുലു മാളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ ഒറ്റ കണ്ട ആൾക്കാർ ക്ലിക്കാവില്ല, എന്നെ ഒറ്റ കണ്ട ക്ലിക്കാവില്ല. ഞങ്ങൾ രണ്ടിനും കൂടെ നടക്കേണ്ട ഒരു സയാമിസേട്ടകളെ പോലത്തെ സാധനമാണ്, പെട്ടെന്ന് ക്ലിക്കാവും ആൾക്കാർക്ക്. ഞങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു കോഴിക്കോട് വേറൊരു ഇവന്റിന് വന്നായിരുന്നു.
ആ ഇവന്റ് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അന്ന് 1 മില്യണും 2 മില്യണും ഫോളോവേഴ്സുള്ള ആൾക്കാർ അന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമുക്കൊന്ന് 100K സംതിങ് എന്നുള്ളൂ ഫോളോവേഴ്സ്. പക്ഷെ ഞങ്ങൾ ഈ ഹുഡി കണ്ടപ്പോൾ അവർക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മറ്റേ ട്രയൽ വീഡിയോ താറിനൊപ്പം പോകുന്ന വീഡിയോ ഇടുന്നതല്ലേ, അങ്ങനെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി സംഭവം നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. കാര്യം തുടങ്ങിയപ്പോൾ ബേസിക്കലി എനിക്ക് ആ ഒരു ബ്ലാക്ക് ഹുഡി ഉണ്ടായുള്ളൂ, ഇതിനകത്ത് റെഡ് ഹുഡി ഉണ്ടായുള്ളൂ. അതിലാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ വേറെ സംഭവം ഉണ്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മൾ ഓരോ ഡ്രസ്സുകൾ മാറ്റി മാറ്റി മേടിക്കണ്ടേ, ഓരോ വ്ളോഗിന്റെ എടുക്കുമ്പോഴും മാറ്റി മാറ്റി മേടിക്കണ്ടേ. ഇതാകുമ്പോൾ ആ പ്രശ്നമില്ല. അത് വളരെ വലിയൊരു ഞങ്ങളില്ല ഒരു 5 ലക്ഷം രൂപ അങ്ങനെ ആവശ്യമുണ്ട്. പക്ഷെ അപ്പൊ വിചാരിക്കും നമ്മൾ ഹുഡി മാറ്റുന്നില്ലായിരുന്നു. ഇതിപ്പോ കുറെ ഹുഡി ആയിട്ടോ നരച്ച് പക്ഷേ കളർ മാത്രമേ ഫുഡ് അവർ 5 പ്രാവശ്യം മേടിച്ചു, അത്രേ ഉള്ളൂ. അല്ല ഞാൻ അതുപോലും ചെയ്തിട്ടില്ല. ഇവന് പ്രശ്നം ഈ റെഡ് ആയതുകൊണ്ട് നരച്ചു കഴിഞ്ഞാലും അത് വേറൊരു കളർ പാലറ്റോട്ട് മാറും. പക്ഷെ ഇതങ്ങനല്ല, നരച്ച് ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതുപോലും അറിയില്ല, ആ നരച്ചത് പോലും അറിയില്ല. റിയലി കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഞങ്ങൾ കോൺട്രാസ്റ്റ് ആക്കി കൂട്ടിയിടും. അപ്പൊ ഈ ബ്ലാക്കിന്റെ ഗ്രേ ഇങ്ങനെ നൈസ് ആയിട്ട് ബ്ലെൻഡ് ആവും, ഇവന്റ് ആണെങ്കിൽ ബ്ലെൻഡ് ആവും, ഒരു കുഴപ്പമുണ്ടാവും. അല്ല, നിങ്ങൾ ആ പറഞ്ഞ കാര്യം ശരി. ഇപ്പൊ ഞങ്ങളായാലും ഇവന്റിൽ വന്നിട്ട് നിങ്ങൾ ഈ ഹുഡി കണ്ടിട്ടാണ് റെക്കഗ്നൈസ് ചെയ്തത്, ഇത് അവരല്ലേ എന്ന് മനസ്സിലായത്. അങ്ങനെ തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോർമൽ പച്ച ഷർട്ടും ഒരു ഓറഞ്ച് ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ അതിക്കും ഇത് ഏതവനാണെന്ന് ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ സൗണ്ട് കേട്ടിട്ട് ആൾക്കാർ തിരിച്ചറിയുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ദിവസം മറ്റേ അറേബ്യൻ പാലസിൽ മന്തി കഴിക്കാം, ഭയങ്കര എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ മന്തി കഴിക്കാം. ബാക്കിൽ നിന്ന് കൊടുത്ത് ഇവിടെ നിന്നെ എനിക്ക് അറിയാതെ എവിടെ, അതായത് ആ സൗണ്ട് കേട്ടിട്ടേ. ഈ സെയിം സിറ്റുവേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പുതിയ കമ്പനിയോട് സ്വിച്ച് ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വർക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് കഫറ്റീരിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം പറഞ്ഞ് എടാ നിന്റെ ഒച്ച ഞാൻ ഒന്നും കൂടി സംസാരിച്ചേ, ഒന്നും കൂടി കാരണം എന്താ പറയുക, മൂൺ ലൈറ്റിംഗ് ആണല്ലോ ഒരു കണക്കിന്. അപ്പൊ നമ്മളിത് ആരും അറിയാതെ നമ്മൾ മനസ്സിലാക്കലെന്ന് നമ്മൾ പ്രാർത്ഥിക്കണത്. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ചോദിക്കും, പിടിക്കലായി പറച്ചിലായി. പിന്നെ റിമോട്ട് എടുക്കണതിന് മെയിൻ റീസൺ ഇതുകൊണ്ട് തന്നെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞാൽ ഒട്ടുമിക്കവർക്കും പെട്ടെന്ന് ക്യാച്ച് കിട്ടും. അപ്പൊ നമ്മള് ഒന്നും അറിയാത്ത പാത്തനെ പോലെ ക്ലാസ് വെച്ച് അത് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം ഓഫീസിലൊക്കെ വെച്ചിട്ട് അവര് ചോദിക്കുക നീ മറ്റേ ഇത് ചെയ്യണമല്ലോ, നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചാൽ തീർന്നില്ലേ. പിന്നെ ഇടയ്ക്ക് ചോദിക്കും മറ്റേ വീഡിയോ തരാവോ, സെറ്റ് ചെയ്ത് തരാവോ. കടയിൽ പോയാൽ ആരെങ്കിലും നോക്കണണ്ട നമ്മൾ പെട്ടെന്ന് കോൺഷ്യസ് ആവും. കടയിലൊന്നും കുഴപ്പമൊന്നുമില്ല, സന്തോഷമുള്ളൂ. ഓഫീസിൽ അങ്ങനെയല്ല, മാറും. പണി പോയാൽ എന്ത് ചെയ്യാം, പൈസ കിട്ടില്ല. ആസ് എൻ ഇൻഫ്ലുവൻസർ എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായ ഒരു ഇൻസിഡന്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ. നമ്മൾ തുടക്കത്തിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കയറി വന്നുള്ളൂ, ആ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സമയത്ത് പേരൊന്നും പറയുന്നില്ല, ഒരു ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിയാണ്. അവർ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു നമുക്ക് അവരൊക്കെ ആയിട്ട് ടൈപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു റീച്ച് കയറ്റാം. നമുക്ക് പറഞ്ഞത് എൻ്റെ ഡിഫൻഡർ മേടിച്ചതെന്നൊക്കെ പറഞ്ഞത്, എൻ്റെ ആ രീതിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഭയങ്കര കൺവിൻസ് ആയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഇത് നല്ലൊരു സ്റ്റഡി അബ്രോഡായിട്ട് തോന്നിയാണ് നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്തത്. പക്ഷെ അതിനുശേഷം പിന്നെ പയ്യെ ഗ്രാജുവലി ആ എന്താ പറയുക, ആൾ നമുക്ക് ആ ഉദ്ദേശിച്ച പേയ്മെൻറ്റോ ഒന്നും തരുന്നില്ല. പിന്നെ ആവട്ടെ ചുമ്മാ നമ്മളങ്ങ് ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ച് ലാസ്റ്റ് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒന്നും ഉണ്ടായില്ല. അതായത് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീഡ് കൊടുക്കാന്നാണ് അവരോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വലിയ ലീഡ് കൊടുത്തു, ഹ്യൂജ് ആയിട്ടുള്ള ഫ്രഷ് ലീഡ്സ് കൊടുത്ത്. ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പേയ്മെൻറ്റ് പോലും അല്ല, ഒരു ചെറിയൊരു ട്രാവൽ കോസ്റ്റ് ആയിട്ട് തരുകയും ചെയ്തു. ഈ ലീഡ് മൊത്തം എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ തനി സ്വഭാവം കാണിച്ചു. പിന്നെ അത് മാത്രമല്ല, ഈ ലീഡ് എടുത്തിട്ട് ഇവരിപ്പോൾ ആൾക്കാരെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് ഇന്നടുത്ത് പോകണം എന്ന് പറയുമ്പോൾ അവരത് പറയണത് പറ്റത്തില്ല, അത് പോസിബിൾ അല്ല, വേറെ സംഭവിച്ചു. കാരണം അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ട് അവരതിനുള്ള സർവീസ് കൊടുത്തു. എന്തായാലും നിങ്ങൾ അവർ യൂട്ടിലൈസ് ചെയ്ത് ആക്ച്വലി അതൊരു ലെസൺ ആയല്ലോ നിങ്ങൾക്ക്. അല്ല, അതിനുശേഷം ഇപ്പൊ നമ്മളിപ്പോ ഓരോരുത്തരായിട്ട് നമ്മൾ മുട്ടുമ്പോൾ നമ്മളെല്ലാം ചെയ്ത് അവരുടെ എല്ലാം നോക്കി ബ്രാൻഡ് വരുമ്പോൾ നമ്മൾ നോക്കും, അവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അവരുടെ പേജ് ഷെയർ ചെയ്യാൻ പറയും, അവരുടെ ഓരോ വീഡിയോസ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ആ ഒരു പ്രോഡക്റ്റ്. കാരണം നമ്മുടെ ഫോളോവേഴ്സ് നമ്മൾ അങ്ങനെ ഇത് ചെയ്യാൻ പാടില്ലല്ലോ. ഗെയിമിംഗ് ആപ്പിന്റെ ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ആണ്, ഒരു പെർ ഡേ തന്നെ ഭയങ്കര എമൗണ്ട് ഒക്കെ. പക്ഷെ നമ്മളത് ഒന്നും ചെയ്തിട്ടില്ല. ഗെയിമിങ്, ട്രേഡിങ് ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. കാര്യം നമ്മൾ ഈ പറയും ലൈക്ക് നമ്മുടെ വീഡിയോസ് കാണാൻ മിക്കതും പിള്ളേരെ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ ഇതിനോട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇവർ ആ ഒരു ഗെയിമിൽ അറ്റൻഡ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും ഒരു പൈസ നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമല്ല, നമ്മളത് ചെയ്യില്ല പറയും. ഇവരിങ്ങനെ പിന്നെ മെസ്സേജ് കൊണ്ടിരിക്കും അത് ചെയ്യാം. വലിയ ഡീലും ഒക്കെ ഇവരുടെ. പക്ഷെ നമ്മുടെ ഇതും കൂടെ നോക്കിയിട്ട് നോ പറയേണ്ടടുത്താണെങ്കിൽ നോ തന്നെ പറയാം അല്ലേ. കാര്യം ഇപ്പോൾ തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട്. അപ്പം നമ്മളൊരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ഒരു വീഡിയോയിലൊരു നെഗ് ഉണ്ടെങ്കിൽ
അത് അവർക്ക് ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യും. നമ്മുടെ ആ ഒരു ജെന്യൂനിറ്റി പോകും. നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചിട്ട് പ്രൊസീഡ് ചെയ്യുമായിരുന്നു. ഒരു ഇൻഫ്ലുവൻസറിൽ നിന്ന് നിങ്ങളിപ്പോൾ ഒരു ഓൺടർപ്രണേഴ്സ് കൂടെയാണ്, ഒരു ബിസിനസ് സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഒരു സ്പേസ് ഇരുന്നാണ് ഇപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റുകൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് ജമ്പ് ചെയ്യാൻ തോന്നിയ ബിസിനസ്സിലോട്ട്? ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. ഞങ്ങളൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കോവിഡ് ടൈം തൊട്ട് ഞങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്ത് പ്രാന്തടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ഉള്ളത്, എറണാകുളത്ത്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കോവർക്കിംഗ് സ്പേസിലൊക്കെ ഭയങ്കര റേറ്റാണ്. ഒരു 500+ GST ഒക്കെയാണ് എല്ലായിടത്തും വന്നത്. അപ്പോൾ അത് അതെ, പെർ ഡെസ്ക്. അപ്പോൾ ഒരു പെർ മന്ത് ആകുമ്പോഴത്തേക്ക് ഒരു 10,000 rupees+ GST ആണ്. അപ്പോൾ എനിക്ക് പോയി ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവനോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്താലോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ്. 1.5 മാസം കൊണ്ട് ഫുൾ പരിപാടിയും കഴിഞ്ഞ് പേരും ഇട്ട് വർക്ക്സോ. കാര്യം ഇപ്പോൾ ഈ ഒരു സ്പേസ് എടുത്ത പോലും വൺ കോമഡി ആയിരുന്നു വരെ. ഞങ്ങൾ ജസ്റ്റ് ഈ വഴിക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചായ കുടിക്കാൻ ചില സമയത്താണ് പെട്ടെന്ന് ഈ സ്പേസ് കൊണ്ട് നേരെ ജസ്റ്റ് ഓണറിനെ വിളിച്ച് ഇങ്ങനെയാണ് സംഭവം, നമുക്കൊരു പ്ലാൻ ഉണ്ട്. കാര്യം ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് കോവർക്കിംഗ് സ്പേസ് അല്ല ഞങ്ങളുടെ ഉദ്ദേശം, ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഉദ്ദേശം. കാര്യം ഞങ്ങൾ രണ്ടുപേരും ഓൾറെഡി വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിരുന്ന് വർക്ക് ചെയ്ത് ഞങ്ങളൊരു സെറ്റ് ഓഫ് വൈബുള്ള ആൾക്കാരൊക്കെ ആയിട്ടിരുന്ന് കൂടി കമ്പനി അടിച്ച് ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. അതും കൂടാണ്ട് ഞങ്ങളുടെ ജോബ് പയ്യെ ഒന്ന് നിർത്തി ഒരു ബിസിനസ്സിലോട്ട് കയറി. പിന്നെ ഈ ഫ്രണ്ട്സ് ഓൺ വീൽസും ഇതും കൂടി ഞാൻ ബാലൻസ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റി പ്ലസ് ഒരു കോവർക്കിംഗ് സ്പേസ് അതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഭയങ്കര ഒരു ആഗ്രഹം. അത് മാത്രമല്ല ഒരു അഫോർഡബിൾ ആയിട്ട് ഭയങ്കര പ്രൈസ്ഡ് അല്ല, എന്നാൽ ഒരു നല്ല കാം എൻവയോൺമെന്റിൽ അവർക്കിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റണം. കാര്യം അഫോർഡബിൾ ആയിരിക്കണം, ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിരിക്കണം, പിന്നെ ക്ലീൻ ആയിരിക്കണം, പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിരിക്കണം. അതുമല്ല ഈ ഒരു പ്രൈസിൽ അവർക്കൊരു മോഡേൺ ഫെസിലിറ്റി ആണ് ഇപ്പോൾ കിട്ടുന്നത്. പാർക്കിംഗ് ഇൻക്ലൂഡിങ് ഫ്രീ ആണ്. ബാക്കി എല്ലായിടത്തും പാർക്കിങ്ങിനൊക്കെ നല്ല ചാർജസ് ഉണ്ട്. പിന്നെ അതെ അതെ. പിന്നെ നമ്മൾ ബാക്കിയുള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വന്ന ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ എന്തെങ്കിലും വേണോ. ഇപ്പോൾ നമ്മുടെ ചില ക്യാബിൻസിലൊക്കെ ക്ലയൻസ് പറയും നമുക്ക് ഇന്ന സാധനങ്ങൾ വേണം, അപ്പോൾ സ്റ്റോറേജ് വേണം, അല്ലെങ്കിൽ വൈറ്റ് ബോർഡ് വേണം. നമ്മളിപ്പോൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. കാര്യം നമ്മളും ഇതിൽ പുതിയതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞ് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഒരു നല്ലൊരു നല്ല ഹെൽത്തി നല്ലൊരു ഫ്രണ്ട്ലി വൈബ് എൻവയോൺമെന്റ്. ബേസിക്കലി നമ്മുടെ ബിസിനസ് അതായത് വർക്ക്സോ എന്താണ് അതിൻ്റെ ഒരു പ്രോപ്പർ ഫംഗ്ഷൻ എന്നൊന്ന് പറയാമോ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന് പെർ ഡേയോ മന്ത്ലിയോ അല്ലെങ്കിൽ പെർ ഇയറോ ഇരുന്ന് വർക്ക് ചെയ്യാം. അത് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഇപ്പോൾ ഒരു കമ്പനിയിലുള്ളൊരു 3 members ഉണ്ടാവും, ചിലപ്പോൾ ഒരു 4 members ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് ക്യാബിൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വന്നിരുന്ന് അവർക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊരു ഓഫീസായിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ അഡ്രസ്സിൽ അവർക്ക് ഓഫീസായിട്ട് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ വർക്ക് സ്പേസ് അവർക്ക് ഓഫീസായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതെ, അതായത് ഇപ്പോൾ ഒരു ഓഫീസ് തുടങ്ങണമെങ്കിൽ എങ്ങനെ കളിച്ചാലും ഒരു മാസം ഒരു 1 ലക്ഷം രൂപ വാടക മാത്രം കൊടുക്കേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3 member 4 member ആണെങ്കിൽ അവർക്ക് വേറെ മിനിമം ഒരു എനിക്ക് തോന്നുന്നു ഒരു 15,000 എന്നൊക്കെ. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സെറ്റ് ഓഫ് ടീം, ഒരു 3 ടീം തുടങ്ങി. ഇപ്പോൾ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കാം. ആ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതേപോലൊരു പേജ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു എഡിറ്റർ, ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരാൾ, പിന്നെ ഒരു സോഷ്യൽ മീഡിയ മാനേജർ, എല്ലാവരും കൂടി ഒരു ടീം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അവർക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ രീതിയിലൊരു ബിസിനസ്സായിട്ട് അവർക്ക് തോന്നില്ല. അവർ ജസ്റ്റ് ഒരു ഹോബി പോലെ അങ്ങ് പോകും. പക്ഷേ ഇതിന് പകരമായിട്ട് ഇവർ ഇതേപോലെ ഒരു ക്യാബിൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ടീമായിട്ട് ഫീൽ ചെയ്യും. അവരുടെ കോർഡിനേഷൻ ഉണ്ടാവും. അവരുടെ ബിസിനസ് അവർ പോലും അറിയേണ്ടത് ഒരു ഗ്രോ ആയിട്ട് വരും. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഒരു സ്റ്റാർട്ടപ്പിന് എന്തുകൊണ്ടും ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഒരു കോവർക്കിംഗ് സ്പേസിൽ നിന്ന് വർക്ക് ചെയ്യണത് എന്തുകൊണ്ട് നല്ലതാണ്. അവരുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ഗ്രോ ആവും. ഇപ്പോൾ നമ്മുടെ തന്നെ ബിസിനസ് നല്ല ഗ്രോത്ത് ഉണ്ട്. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഞാനിവന് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ പുതിയ ഐഡിയാസും ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ ഉണ്ടാക്കിയൊരു വീഡിയോന് ഒരു 3 million views കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മൾ വാലന്റൈൻസ് ഡേക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി. അതായത് സിംഗിൾ ആയിട്ടുള്ള ബോയ്സിനും ഗേൾസിനും മിങ്കിൾ ആകാനുള്ള ഒരു സാധനം ഞങ്ങൾ തന്നെ ഇവിടെ കോഡ് ചെയ്ത് ഉണ്ടാക്കി സെറ്റ് ചെയ്തു. ഓൾറെഡി ഞങ്ങൾ ഡെവലപ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പം തന്നെ ഐഡിയ പറഞ്ഞു, അപ്പം തന്നെ ഞങ്ങൾ ഡിപ്ലോയ് ചെയ്ത് ആ ഒരു വെബ്സൈറ്റ് ഞങ്ങൾ ഹോസ്റ്റ് ചെയ്തു, ഞങ്ങൾ വീഡിയോ ചെയ്തു. ആ വീഡിയോ ഒരു 3 million മേളിലോട്ട് പോയി. അത് മാത്രമല്ല, നിങ്ങൾ പറഞ്ഞു വിശ്വസിക്കില്ല, ആ ഒറ്റ വീഡിയോക്ക് ഞങ്ങൾക്ക് ഒരു 50,000 ഫോളോവേഴ്സ് കിട്ടി. അപ്പോൾ അതാണ് ആ ഒരു ബെനിഫിറ്റ്. കാരണം ഇപ്പൊ അങ്ങനെ ഒന്ന് വർക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കത് കിട്ടില്ല. കാരണം ഞാനിവനും അല്ലെങ്കിൽ ശനിയാഴ്ച മാത്രമേ കാണുന്നുള്ളൂ. എല്ലാ ദിവസവും കാണുന്നതുകൊണ്ടാണ് എടാ നമുക്ക് ഇങ്ങനെ സാധനം സെറ്റ് ചെയ്യാം. പെട്ടെന്നൊരു സാധനം എല്ലാ ഐഡിയാസും പിന്നെ കുറെ ആൾക്കാരുടെ മുഖവും ഓരോ കമ്പനീസിന്റെ എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു ബ്ലെൻഡ് ചെയ്തൊരു സാധനം കിട്ടും അല്ലേ? എന്തുകൊണ്ട് ഒരു സ്റ്റാർട്ടപ്പിന് എന്തുകൊണ്ട് ഒരു ബെസ്റ്റ് ഒരു സംഭവമാണ് ഈ കോവർക്കിംഗ് സ്പേസ്. അത് വന്ന് കയറി അവർക്ക് മനസ്സിലാവും ആ ഒരു
ഇവിടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ആവും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് ആൾക്കാർ കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ഒരു കോവർക്കിംഗ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും. കാരണം ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് അവർക്ക് അപ്പോഴായിരിക്കും മനസ്സിലാവുക. പിന്നെ സത്യം, അതും അഫോർഡബിൾ ആണല്ലോ, നമ്മൾ ഭയങ്കര പ്രൈസ്ഡ് അല്ല. നമുക്ക് ഒരു ഡെസ്ക് എത്രയാ അപ്പൊ വരാ? നമുക്ക് 299 ആണ് ശരിക്കും പറഞ്ഞ ഒരാൾക്ക് വരുന്നത്. വെറും 299. വെറും 299 അല്ല. ഈ 299 അവർക്ക് എന്താ കിട്ടും അറിയോ? ഒരു സ്പേസ്, പ്രൈവറ്റ് സ്പേസ് വേണമെങ്കിൽ അവർക്ക് ഓഫീസ് വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ അവരുടെ ഒരു സ്പേസ്, പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഒരു പാൻട്രി ഉണ്ട്, പിന്നെ കോഫി, അൺലിമിറ്റഡ് കോഫി കാര്യങ്ങൾ, പിന്നെ ഏറ്റവും വലിയ സാധനം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി, ട്രിപ്പ് പോകാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബെസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി. പിന്നെ ബാക്കിയുള്ള അമ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ വൈഫൈ ഉണ്ട്, ക്യാമറ ഉണ്ട്, AC ഉണ്ട്, പാർക്കിംഗ് പിന്നെ സ്പേസ് ഉണ്ട്, പിന്നെ അവർക്ക് മാത്രം ഇരിക്കാനുള്ള ഒരു ചെയർ ഉണ്ട്, പിന്നെ ഡെസ്ക് ഉണ്ട്. ലൈക്ക് അതൊരു അവരുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. കാര്യം നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ടീമായിരുന്നു ഞങ്ങൾ ശരിക്കും മനസ്സിലാവും ഇത്. കാര്യം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് വർക്ക് ചെയ്യും, കട്ടിൽ കുറച്ച് കിടക്കും, പിന്നെ 5 മിനിറ്റ് വർക്ക് ചെയ്യും, ഫോൺ റീൽ നോക്കും. ഇവിടെ വന്നു ഫോണും നോക്കത്തോലുമില്ല. നമ്മൾ ആ ഒരു വർക്കിൽ ഫോക്കസ്ഡ് ആവും. നമുക്ക് ഫ്രണ്ട്സ് ആൻഡ് വീൽസ് നല്ല രീതിയിൽ അങ്ങ് ഏറ്റെടുക്കാൻ പറ്റും. എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് മെട്രോ ആക്സസിബിൾ ആണ്. അപ്പോൾ നമുക്ക് ആലുവയിൽ വരെ ആൾക്കാർക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. മറ്റേതൊരു റൂമിലിരുന്ന് നമ്മൾ എത്ര നേരം വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷനോ ഒന്നും കാണത്തില്ല. ബേസിക്കലി ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ ബീങ് ആണ്. അവർക്ക് ഇന്ററാക്ഷൻ ഇല്ലാണ്ട് പറ്റത്തില്ല. കാര്യം ഇപ്പോൾ ഞാൻ പോലും പണ്ടൊരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. പക്ഷെ ഞാൻ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയേണ്ടത് ഞാൻ ഒരു ഇൻട്രോവേർട്ടായിട്ട് മാറി തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാവില്ല മനസ്സിലായി. കാര്യം ഇവനാണെങ്കിൽ ഒരു ദിവസം ഫോൺ ചെയ്തു, ഇടങ്കിൽ പറ്റാനുള്ള ഞാൻ പോവുക, ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുക, എനിക്ക് ഇവിടെ നിൽക്കാം. കാര്യം ഇവൻ്റെ ഓഫീസ് ബാംഗ്ലൂരാണ്. എന്ന് പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാൻ പോവുക, ഞാൻ 2 മാസത്തേക്ക് ബാംഗ്ലൂർ പോവുക. അപ്പോൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇപ്പം എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും സംസാരിക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലിങ്ങനെ അടച്ചിട്ട് വർക്ക് ചെയ്യുക, എന്തുണ്ട് പൈസ കിട്ടും, ഓക്കെ പൈസ കിട്ടും, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? നമുക്ക് ആ പ്രഷറൊന്നും നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഫ്രീ ആയി. ഇപ്പോൾ ഇവിടെ 2-3 ഈ സെയിം വൈബിളൊക്കെ ഒരു ടീംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പുള്ളി വന്നു. പുള്ളി ആദ്യം ഒരു ശോകം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഷോപ്പ് അടിച്ചു. പക്ഷേ ഇപ്പോൾ പുള്ളി ഹാപ്പി. പുള്ളി ഇപ്പോൾ നമ്മുടെ അടുത്ത് കമ്പനി അടിച്ച് ഭയങ്കര ഒരു വൈബായി. ആ ഒരു ഇന്ററാക്ഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്കൊന്ന് സെറ്റായി തുടങ്ങും പയ്യെ പയ്യെ. ഞങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്ത ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരായിരുന്നു ആദ്യം. ആ ഒരു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് ഇപ്പോൾ ഫ്രീലാൻസേഴ്സ് ഒക്കെ ഉണ്ടാവും, എഡിറ്റേഴ്സ് ഉണ്ടാവും. ഈ എഡിറ്ററിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഷ് ജോലിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് ഇരുന്ന് ആ വീഡിയോ ഫുൾ എഡിറ്റ് ചെയ്ത് ആകെ ബേൺഡ് ഔട്ട് സീനായിരിക്കും. പക്ഷെ അവർ ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു എൻവയോൺമെന്റ് നല്ലൊരു ഹെൽത്തി ആയിരിക്കും. ഒന്നും വേണ്ട, ഇവിടെ പാൻട്രി പോയി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഈ വണ്ടികളൊക്കെ പോണ കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നിങ്ങളുടെ പാൻട്രി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം നമ്മള് ബാക്കി ഓഫീസിലൊക്കെ ഇപ്പൊ പാൻട്രീസ് വയ്ക്കലും എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും. ഒരു ജനൽ ഉണ്ടാകും, ഒരു വിൻഡോ ഉണ്ടാകും, പക്ഷെ എന്തായാലും ക്ലോസ്ഡ് ആയിരിക്കും. ഇത് ഫുള്ളി ഓപ്പൺഡ് ആണ്. നമുക്ക് അങ്ങോട്ട് തന്നെ ഫേസ് ചെയ്തിരിക്കാം. ആ ഒരു പാൻട്രീന്റെ നെയിം തന്നെ നിങ്ങൾ ഇട്ടേക്കുന്നത് ചാറ്റ് കോർണർ എന്നാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിരുന്നു. നമുക്ക് അവിടെ ഒരു കോഫിയൊക്കെ കുടിച്ച് വണ്ടികളൊക്കെ പോകുന്ന കണ്ട് ആൾക്കാരെ കണ്ട് വേണമെങ്കിൽ വൈകുന്നേരം ഒന്ന് ഗേൾസ് ഒക്കെ പോകണേ. വൈകിട്ടൊക്കെ ആകുമ്പോൾ എല്ലാം നല്ല ബ്ലോക്ക് ആയിരിക്കും. ബസ്സൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും കൃത്യമായിട്ട് പക്ഷേ ഇപ്പൊ ഞങ്ങൾ മറ്റേ ഇത് ഒട്ടിച്ചു, ഫിലിം ഒട്ടിച്ചു. പക്ഷെ അതിന് മുന്നേ ഞാൻ കോമഡി ആയിരുന്നു. ഒരു ദിവസം ഞാൻ അവന് ജസ്റ്റ് ആ ഒരു ടേബിളിൽ ഇരുന്ന് ജസ്റ്റ് സംസാരിക്കുന്ന സമയത്ത് അപ്പുറത്തെ താഴെ ഇരുന്ന് ബസ്സിൽ ഫ്രണ്ട്സ് കൈ കാണിക്കണം, നമ്മൾ കൈ കാണിക്കും. കാര്യം അത്രയും വിസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പൊ ടിൻഡ് ചെയ്ത് കാണത്തില്ല, നമുക്ക് സൗകര്യമായിട്ടിരുന്ന് നോക്കാം. നിങ്ങൾ ബേസിക്കലി IT പ്രൊഫഷണൽസ് അല്ലേ? അപ്പൊ എങ്ങനെ ഈ ക്യാമറ, പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റി? ചെയ്ത് തന്നെ പഠിക്കുക. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തുടക്കത്തിൽ ഞങ്ങൾ പ്രീമിയർ പ്രോ എന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ആ ആപ്പിൽ നമ്മൾ ജസ്റ്റ് ലോങ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യും, അത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ കട്ട്സ് ഒക്കെ നോക്കി ആദ്യമൊക്കെ വൻ കോമഡി ആയിരുന്നു വീട്ടിൽ എഡിറ്റ് ചെയ്യണത്. കാര്യം മറ്റേ നമ്മൾ കുറേ ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഉണ്ടാവും, ചുമ്മാ ഇരിക്കും, സംസാരമൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ ചെയ്ത് പിന്നെ ഗ്രാജുവലി റീൽ വന്നപ്പോൾ ഞങ്ങൾ മാറി ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ ഞങ്ങൾ 2 വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. ആ 2 വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്യും, ഒരു വീഡിയോ അവൻ ചെയ്യും. അങ്ങനെ മാറി ചെയ്തു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതും നമുക്ക് പറ്റില്ലെന്ന് മനസ്സിലായി. കാര്യം ട്രാവലിങ്ങും ഈ വർക്കും അതിൻ്റെ ഇടയിൽ ഇതും കൂടെ പറ്റാണ്ടായപ്പോൾ ഞങ്ങളിപ്പോൾ പയ്യെ വീഡിയോസ് ഇപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. അല്ല, ഇതെന്താണെന്നറിയോ, നമ്മൾ എഡിറ്റ് ചെയ്യണ ഒരു ആത്മാർത്ഥത ബാക്കിയുള്ളവർക്ക് ഉണ്ടാവണമെന്നില്ല. കാരണം ഞങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ എന്തൊക്കെ പണ്ടാരങ്ങൾ കുത്തിക്കയറ്റാവോ അതൊക്കെ കുത്തിക്കയറ്റി നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും. അതുപോലെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് ഞങ്ങൾ ഇടുന്ന സമയത്തുണ്ടല്ലോ 1 മില്യണാണ് ഞങ്ങളുടെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ അത് എഡിറ്ററിന് കൊടുത്തു. ഞങ്ങളുടെ തന്നെ ഒരു മാമനാണ് എഡിറ്റ് കൊടുത്തത്. മാമൻ എഡിറ്റ് ചെയ്ത് അത് കുറഞ്ഞു. അത് പിന്നെ വേറെ ആൾക്കാർ വന്നിട്ടും അതങ്ങോട്ട് റെഡി ആയില്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ പ്രൊഫഷണൽസ് വെച്ചു. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തവർക്ക് കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ബുധനാഴ്ചയ്ക്കും പോസ്റ്റ് ചെയ്യണ്ടേ. ചൊവ്വാഴ്ച വിളിച്ചറിയും, എടാ ഞാൻ നാളെ ഉണ്ടാവില്ല കേട്ടോ, വീഡിയോ നീ ചെയ്തേക്കില്ലേ.
കട്ട് ചെയ്തങ്ങ് അത് ഒരുത്തനെ വെച്ചിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത്, എടാ ഞാൻ നാളെ ഉണ്ടാവില്ല, നിനക്കൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന്. ഞാൻ ഒരുത്തനെ പണിക്ക് വെച്ചേക്കണേ പൈസ ചോദ്യം അത് ചോദിക്കുന്ന അപ്പോഴൊന്നും ആയിരിക്കില്ല, വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട തലേ ദിവസം ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടാവും. ഞങ്ങൾ എന്നിട്ട് ഇരുന്ന് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാം ചെയ്തു. പക്ഷെ ഞങ്ങൾ ഇപ്പൊ എനിക്കൊന്നൊരു എഡിറ്റ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത് വരുമ്പോ 2-3 ദിവസം പക്ഷെ നമുക്കൊരു കറക്റ്റ് ഒരാളെ കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്. കാര്യം ഇപ്പൊ തന്നെ പക്ഷെ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഇപ്പോൾ ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എഡിറ്റർ അല്ല, പക്ഷെ ഒരു എൻട്രി ലെവലാണ്, പ്രൊഫഷണൽ ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്യും. കാര്യം നമ്മൾ ചേഞ്ചസ് പറയും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ചിലർക്ക് ഇപ്പം നമ്മൾ ഫുള്ളൊരു വീഡിയോ എഡിറ്റ് ചെയ്തു, നമ്മൾ ചേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു വൈബായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് അവൻ പറയും ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഒരു ആത്മാർത്ഥമായിട്ടുള്ള പറയും. പക്ഷെ അത് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ 7ാമത്തെ ആരാണ്, 7ാമത്തെ 8ാമത്തെ ഒരാൾ കേട്ടോ. അല്ലാതെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനും നേരിടുന്ന പ്രശ്നമാണ് എഡിറ്ററിന്റെ കേസ്. കാരണം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് ഇങ്ങനെ 2-3 പേര് പറയണം, കാരണം എഡിറ്റർ ഓൺ ടൈമിൽ തരില്ലെന്നേ, അതുകൊണ്ട് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ബേസിക്കലി നമ്മൾ തന്നെ എഡിറ്റിംഗ് പഠിക്കണം. കാര്യം ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ആക്ച്വലി നമ്മൾ അതും കൂടെ ഒന്ന് എഡിറ്റിംഗ് അറിയാമെങ്കിൽ അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ല ഇവര് എഡിറ്റ് ചെയ്ത് തന്നെ നമ്മൾ പറയണ്ടേ, കറക്ഷൻസ് പറയണ്ടേ, അത് പറയണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ വേണം, അല്ലെങ്കിൽ അതിലൊന്നും നടക്കില്ല. കാരണം നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇന്ന ഷോട്ടിൽ ഇന്ന പ്ലേസ് ചെയ്യണം, ഇന്ന കട്ട് ചെയ്യണം, ഇന്ന ടെക്സ്റ്റ് ചെയ്യണം. അപ്പം നമ്മളത് പറഞ്ഞു കൊടുക്കും, അവർ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോ ചിലപ്പോൾ ലെങ്ത്തിൽ ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കും, 2 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ലാഗ് വരും, സ്ക്രോൾ പോകും. എനിക്ക് പക്ഷേ എഡിറ്റ് ചെയ്യാൻ മടിയാട്ടാ. ഇവന് ഭയങ്കര ഇഷ്ടം, ഇവൻ കുത്തിരിക്കും, എനിക്ക് പറ്റില്ല. എനിക്ക് 5 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ തുടക്കത്തിലൊക്കെ ആത്മാർത്ഥത കൂട്ടി ഇങ്ങനെ മുൾമുന നിൽക്കുന്ന സമയത്ത് പനി പിടിച്ചിട്ട് യൂട്യൂബിലെ ട്യൂട്ടോറിയൽ നോക്കിയാ പഠിച്ച എഡിറ്റിംഗ് ചെയ്യാറുന്നില്ല. ഈ പനി പിടിച്ചിട്ട് ഇങ്ങനെ പുതപ്പൊക്കെ ഇട്ടിട്ടൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്യണമല്ലോ. അത് പോസ്റ്റ് ചെയ്തതിൽ ഡിപ്രഷൻ പോസ്റ്റ് ചെയ്തതിൽ ഡിപ്രഷനാണ്. ഞങ്ങൾ അങ്ങനെ രക്ഷപ്പെട്ടത് കാരണം പോസ്റ്റ് ചെയ്തതിൽ ഡിപ്രഷൻ, പിറ്റേ ദിവസം വിഷമം ഒരു കാര്യം. അങ്ങനെ ഭയങ്കര റയർ കേസാണ്. ഇപ്പൊ ഈ പുതിയൊരു എഡിറ്റർ വന്നപ്പോൾ പോലും അവർ പറയാ ചേട്ടാ ഇന്ന് പറ്റില്ല നാളെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാണ്. കാരണം നമ്മളതിങ്ങനെ നമ്മളൊരു കുഞ്ഞുമാവനെ പോലെ വളർത്തി കൊണ്ടുവന്ന് അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു കുഴപ്പത്തരം കാണിക്കുമ്പോൾ നമുക്ക് വിഷമം. ചില എഡിറ്റേഴ്സ് ആണെങ്കിൽ നമുക്കിപ്പോൾ അല്ലെങ്കിൽ ചില ക്ലയൻസും അങ്ങനെ തന്നെ ഉണ്ട്. അതായത് ഇപ്പം ഒരു എഡിറ്റ് ഇതിലൊക്കെ പറയില്ല, ഒറ്റ സ്ട്രെച്ചിൽ പറയില്ല. ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ എല്ലാം ഗ്രേഡിങ് എക്സ്പോർട്ട് എല്ലാം കഴിഞ്ഞ് പിന്നെയും കൊടുക്കുമ്പോഴായിരിക്കും പിന്നെയും പറയാം. പിന്നെ അതും എല്ലാം കൂടെ ചെയ്ത് എക്സ്പോർട്ട് ഈ റെൻഡർ ഇടാൻ തന്നെ ഒത്തിരി നേരം എടുക്കും, എക്സ്പോർട്ടും നേരം എടുക്കും, പിന്നെ അടുത്തത് പറയും. അല്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ ചെയ്തൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് ആദ്യം അവർക്ക് അയക്കും. സ്ക്രിപ്റ്റ് അയച്ചിട്ട് പറയും സ്ക്രിപ്റ്റിൽ ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ഷോർട്സ് ആയിരിക്കും പറഞ്ഞത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് അവരെ കൊണ്ട് കൺഫേം ചെയ്യിപ്പിക്കും. ഇല്ലെങ്കിൽ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നീട് പറയും ഇത് പറ്റില്ല, അത് പറ്റില്ല, ഇത് മാറ്റണം, ഈ ഡയലോഗ് മാറ്റണം. പക്ഷേ സ്ക്രിപ്റ്റ് ലോക്ക്ഡ് ആണെങ്കിൽ സംസാരിക്കും എല്ലാം കറക്റ്റ് ആയിരിക്കും. ഫുട്ടേജ് അങ്ങോട്ടാണ് ജസ്റ്റ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ അത് ഞങ്ങൾ ഗ്രാജുവലി പഠിച്ചൊരു കാര്യമാണ്. സ്ക്രിപ്റ്റ് അത് അയക്കുക, കൺഫേം ചെയ്യുക, പിന്നെ നമ്മൾ കാര്യത്തിൽ ചെയ്യുക. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്? ക്യാമറ ആയാലും എന്തൊക്കെയാ? ഞങ്ങൾ ഐഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് വർഷങ്ങളായിട്ട്. കാരണം ക്യാമറ നമുക്ക് പറ്റിയ പരിപാടിയല്ല. മറ്റേ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ഞങ്ങൾ ചിലപ്പോഴേ ഒരു സൺസെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾ ക്യാമറയൊക്കെ ഇട്ടാക്കി എപ്പാവാനാ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. ഒരു നല്ലൊരു സൺസെറ്റ് വന്നോണ്ടിരിക്കുക, ക്യാമറ എടുക്കുക, ISO ഷട്ടർ സ്പീഡ്, ഓക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവുക സാധനം. പക്ഷേ ഐഫോൺ എന്ന് പറയുമ്പോൾ കൺവീനിയൻ്റ് ആണ്. നേരെ ഫോൺ എടുക്കുന്നു, നമ്മൾ ജസ്റ്റ് ആ വയ്ക്കുമ്പോൾ തന്നെ അത് ഫോട്ടോ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തോളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് ട്രാവലിൻ്റെ കുറച്ച് ഡ്രോൺ ഫുട്ടേജ് ഒക്കെ ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹം വന്നപ്പോൾ ഒരു ഡ്രോൺ മേടിച്ചിട്ടുണ്ട്. അത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും. ഡ്രോൺ ഞങ്ങൾ യൂസ് ചെയ്യലുണ്ട്. ഡ്രോണിന്റെ വീഡിയോസ് ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷെ ആ സ്ഥലം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഡ്രോണിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ കളറൊക്കെ കുത്തിക്കീറ്റി നല്ല ഭംഗിയാക്കി എടുക്കും. പിന്നെ രണ്ടുപേരും ഒരു ഐഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ നേരെ എടുത്ത് ഫോൺ ഷൂട്ട് ചെയ്തു പരിപാടി. എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഓർമ്മ ഒരു സന്ദർഭമാണ്, ഞങ്ങൾ ആസിഫ് അലീനെ കണ്ടായിരുന്നു മൂന്നാർ വെച്ചിട്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പോയപ്പോൾ നമ്മൾ ക്യാമറ ആയിരുന്നു ആലോചിച്ച് നോക്കി, എല്ലാം ബാഗിലൊക്കെ എടുത്ത് വെച്ച് പോകാൻ നിൽക്കണേ. അപ്പം ഞങ്ങൾ ഐഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ ആസിഫ് അലിനെ ഷൂട്ട് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ ആ വീഡിയോന്റെ ഹുക്കിൽ ആസിഫ് അലിനെ കൊടുത്തു. ആസിഫ് അലി കാണാൻ വന്ന സ്ഥലം കാര്യം. അപ്പൊ ആ വീഡിയോ എന്താ നല്ല കയറി, ഈ ഒരു 1 മില്യൺ ജക്കാന്റെ പൂത്ത സമയമായിരുന്നു മൂന്നാറിൽ, മറ്റേ ആ ഒരു പെർപ്പിക്കു. അപ്പൊ അത് എല്ലാവരും റീൽ ഇട്ടു. പക്ഷെ അങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാര്യമില്ല, വീഡിയോ അതെ. അപ്പൊ അന്ന് ഞങ്ങൾ ജസ്റ്റ് ബൈക്ക് എടുത്ത് ഞങ്ങളന്ന് കാണാൻ പോയതാ. അപ്പൊ അന്ന് ആസിഫ് അലി പുള്ളി ഡിഫൻഡറിന് ഇങ്ങനെ വന്നൊരു ഷോട്ട് കൃത്യമായിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ സ്മൈലേക്ക് അടിച്ചങ്ങ് പോയി. കൃത്യമായിട്ട് ഫുട്ടേജ് എടുത്തു. ഈ ആസിഫ് അലി ഇത് മൂന്നാർ വന്ന കാര്യം എന്തിനാണെന്നറിയോ എന്ന് പറഞ്ഞൊരു സാധനം ഹുക്ക് ഇട്ടിട്ട് വീഡിയോ ഇട്ടു. ആ വീഡിയോ 2 മില്യൺ. ആ വീഡിയോ നല്ലോണം കയറി. കാരണം അവർക്ക് എന്താണ് ആസിഫ് എന്തിനാ അവിടെ വന്നേന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ.
അപ്പോൾ നിങ്ങളുടെ സൗണ്ട് എങ്ങനെയായിരിക്കും? ഫോണിൽ തന്നെയാണോ അതോ ജസ്റ്റ് അന്ന് മൈക്ക് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? എൻ്റെ സൗണ്ട് കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ പറയില്ല, നീ പറ. അല്ല, തുടക്കത്തിൽ ഞങ്ങൾ ആക്ച്വലി ഫോൺ വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നെ ഫോൺ ഇങ്ങനെ പിടിച്ച് സംസാരിക്കുന്ന ഒരു ഇത് തോന്നിയുകൊണ്ട് പിന്നെ സിങ്കും ചെയ്യണം പിന്നീട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ക്വാളിറ്റി ആയിരുന്നു. പക്ഷെ ഞാൻ പറയാലോ, ഐഫോണിന്റെ വോയിസ് റെക്കോർഡിംഗ് ഇല്ലേ, അത് വേറെ ലീഗാണ്. ശരിക്കും മൈക്കിനെക്കാട്ടും അടിപൊളിയാണ്, ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പൊ ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന മറ്റേ DJയുടെ വയർലെസ് മൈക്കാണ്. പക്ഷെ അത് ഞങ്ങൾ ഇങ്ങനെ വെച്ച് സംസാരിക്കും. കാര്യം ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ വെച്ച് സംസാരിച്ച് ശീലിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വെക്കാൻ തോന്നുന്നില്ലെങ്കിൽ പറയാൻ പറ്റില്ല, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴും ആ ഒരു ഐഫോണിൽ ഞങ്ങൾ അന്ന് വോയിസ് ചെയ്തതിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ക്വാളിറ്റി ഇല്ലേ, ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്ത് ആ ഒരു പ്രത്യേക സൗണ്ട് വരും. ഇതിൽ കിട്ടില്ല, പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നിങ്ങളുടെ ബ്രാൻഡ് പ്രൊമോഷന് നല്ല വ്യൂസ് ആണ്, എന്താണ് അതിൻ്റെ ഒരു സീക്രട്ട്? ഞങ്ങൾ ബേസിക്കലി എന്താ പറയുക, ആദ്യം തന്നെ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതും. ആ സ്ക്രിപ്റ്റിനകത്ത് ഞങ്ങൾ 2-3 ദിവസം എടുത്തിട്ട് ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യണത്. അപ്പോൾ ആ സ്ക്രിപ്റ്റിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അതായത് ഒരു പ്രൊമോഷൻ തോന്നാത്ത രീതിയിൽ അന്ന് നമുക്കത് എങ്ങനെ ആ പ്രൊഡക്റ്റ് യൂസ്ഫുള്ളാണ് ആ ഒരു രീതിയിൽ ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി അവരുടെ അപ്രൂവൽ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മളൊരു സാധനം കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു വ്യൂസ് ഉള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്പോൺസേർഡ് വീഡിയോസിനും നല്ല വ്യൂസ് ഉള്ളത് അതുകൊണ്ടാണ്. കാര്യം ബേസിക്കലി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് എ നമ്മൾ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഇതാണ് പ്രൊഡക്റ്റ് എ, നല്ല അടിപൊളി സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോവില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്ത് ആ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ആ യൂസർ ഇൻട്രാക്ഷൻ വന്നം ഷെയറബിൾ ആയിരിക്കണം, സേവബിൾ ആയിരിക്കണം, പിന്നെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ വേണം. ഇതെല്ലാം കലർത്തിക്കൊണ്ട് നമ്മളൊരു സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്തിട്ട് ഈ സ്ക്രിപ്റ്റ് നമ്മൾ ക്ലയൻറ്റിന് അയക്കും. അതിൽ ക്ലയൻറ്റ് ഒരു ചേഞ്ചസ് ഒക്കെ പറയും, പക്ഷെ എന്നാലും അൾട്ടിമേറ്റ്ലി അതൊരു നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരിക്കും. ആ സ്ക്രിപ്റ്റിൽ ആ വീഡിയോ ചെയ്യും, റീച്ച് പോകും. ഓക്കെ. ഇപ്പോൾ ജോലി ഉള്ളവർ തന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ചെറിയൊരു രീതിയിലൊരു സ്റ്റാർട്ടപ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവരെ കൊണ്ട് പറ്റുന്നില്ല, ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഫിനാൻസ് എല്ലാം കൂടെ ഒക്കെ ആയിട്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അത് ഇത്രയും പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഓൾറെഡി. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കേസ് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നമുക്കൊരു ഫിക്സഡ് എമൗണ്ട് മാസം വരുമെന്നല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. നമ്മൾ ആ എമൗണ്ട് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ളൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ IT ഫീൽഡ് ഞങ്ങളുടെ കേസ് തന്നെ AI വന്ന് മിക്കവാറും 2 വർഷത്തിനുള്ളിൽ പണി പോകും. അപ്പം ഞങ്ങൾക്ക് എന്തുണ്ട്, ഞങ്ങൾക്ക് ഈ ഒരു ചാനലുണ്ട്, വേറെ ബിസിനസ്സുകളുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിൽക്കാൻ പറ്റും, ബാക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട്. അപ്പം അത് എല്ലാവരും എന്ത് ചെയ്യുക, കിട്ടണം, എല്ലാവർക്കും വേണം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഒരു ഡെയിലി 24 hours ഉണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour ഡെയിലി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീക്കാകുമ്പോൾ ഒരു 7 hours. ഈ 7 hours ഉണ്ടെങ്കിൽ നിസ്സാര സംഭവമല്ല. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ, ഇപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ച് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഞാൻ ആകെപ്പാടെ സ്പെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഒരു ഹാഫ് ആൻ അവർ സ്പെൻഡ് ചെയ്യും. ഈ ഹാഫ് ആൻ അവർ കൊണ്ട് ഇപ്പോൾ നമ്മൾ സൺഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ സൺഡേ ടു ട്യൂസ്ഡേ ആകുമ്പോൾ അത് നല്ലൊരു സമയമായി വീഡിയോ കഴിഞ്ഞു. പിന്നെ സ്ക്രിപ്റ്റിന് വേണ്ടി ഞങ്ങൾ ജസ്റ്റ് ചിലപ്പോൾ രാത്രി ചിലപ്പോൾ കുറച്ച് നേരം ഇരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പേജ് എന്ന് പറയുമ്പോൾ നമ്മളതിൽ ജോലി ഇതിവിടെ എങ്ങനെ പോകും, നമുക്കിവിടെ മാനേജ് ചെയ്യാൻ പറ്റുമോ, നല്ല സമയം കൊടുക്കണ്ടേ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മളത് തുടങ്ങാണ്ട് ഒരിക്കലും അതിലൊരു സംഭവം വരില്ല. ഇപ്പം ഞങ്ങളാണെങ്കിൽ പോലും ഫസ്റ്റ് വീഡിയോസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ഈ ഒരു സ്റ്റേജിലേക്കും ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ജസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നാളത്തേക്ക് ചെയ്യാണ്ട് ഇന്നത്തേക്ക് ചെയ്യുക, എന്തായാലും ആ ഡിഫറൻസ് അറിയും. ട്രൈ ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റും. അതെ, IT പ്രൊഫഷണൽസ് ആയി, അത് കഴിഞ്ഞ് ഇൻഫ്ലുവൻസേഴ്സ് ആയി, പിന്നെ അതൊരു ബ്രാൻഡ് നിങ്ങൾ കൊണ്ടുനടക്കുന്നു, ഒരു ബിസിനസ് ഉണ്ട്, അപ്പോൾ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റും. അല്ല, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഞങ്ങൾക്ക് വേറൊരു സാധനമുണ്ട്, അതാണ് ഹെവി സാധനം. അതായത് എനിക്ക് ഗോസ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഡ്രസ്സസിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അജിൻ, നവീൻ എന്ന് പറഞ്ഞിട്ട് 2 ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയൊരു സാധനമാണ്. ഞങ്ങൾക്ക് അതിൽ മേജർ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ 13,000 യൂസേഴ്സ് യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ് കോമ്പിനേഷൻസ് ഒരു AI എൻജിൻ വെച്ചിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുന്നു. അപ്പം ഞങ്ങളുടെ സമയം അതിലും പോകുന്നുണ്ട്, മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ 3 കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ബേർഡൻ അല്ല, നമ്മൾ അതിൻ്റെ ടൈം അത് ചെയ്യുന്നു, ജോലിയുടെ സമയം. പക്ഷെ നമ്മൾ ജോലിയുടെ സമയം കോംപ്രമൈസ് ചെയ്യാറില്ല കേട്ടോ. കാരണം നമ്മൾ ജോലിയുടെ സമയം നമ്മൾ പക്കയായിട്ട് ജോലി ചെയ്യും. ബേസിക്കലി ആ ഒരു ജേർണിയാണ്. കാര്യം ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷൻ കണ്ട് നമ്മൾ വിചാരിക്കരുത് ഇപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ ഹാപ്പി ആണെന്ന് വിചാരിക്കരുത്. ആ ജേർണി അങ്ങ് എൻജോയ് ചെയ്ത് പോകും. പിന്നെ കല്യാണം കഴിയുന്നവരുടെ കാര്യം എനിക്കറിയില്ല.
ആ ഒരു ജേണിയിൽ മാക്സിമം എൻജോയ് ചെയ്യുക. ആ ജേണിയിൽ പ്രശ്നങ്ങളുണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖങ്ങളുണ്ടാവും. അത് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അത് നമ്മൾ ജേണിയിൽ എൻജോയ് ചെയ്തു. പിന്നെ കുട്ടി സന്തോഷങ്ങളൊക്കെ നമ്മളാണ് എൻജോയ് ചെയ്യുക. അതിലൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഇന്നലെ കൂടി പറഞ്ഞു എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഫീൽ ചെയ്തു. ഇന്ന് തന്നെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ പോവുക ബൈക്ക് എടുത്ത്. കാരണം സംഭവം എന്താണെന്ന് വെച്ചാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി പോലെയല്ല, കുറച്ച് പ്രഷർ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുക, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുക, നാളെ ഇത് എന്താവും, അല്ലെങ്കിൽ ആൾക്കാർ വരുമോ എന്നുള്ളൊരു ടെൻഷൻ നമ്മൾ തുടക്കക്കാർക്ക് ഉണ്ടാവും. പക്ഷെ അത് വേണം. ഒരു നമുക്കൊരു പെർപ്പസ് ഇല്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ജോലി ബേസിക്കലി ഇപ്പൊ നമ്മൾ 9 to 5 ജോബ് ചെയ്യുന്നു, അതൊന്നും ഇല്ല. 9 കയറുന്നു, 5 ഇറങ്ങുന്നു, നമ്മളായിട്ട് ഇൻകം കിട്ടുന്നുള്ളൂ. അത് ഒന്ന് ആലോചിച്ചോക്കെ, അടുത്ത മാസം അതുണ്ടാവോ? ഇല്ല, അത് എങ്ങോടെങ്കിലും പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളതായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം ഫീൽ ചെയ്യും. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു ഇൻകം ആയിട്ട് മാത്രം ഈ ജോലി കണക്കാക്കുക. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഇത്രയും പറയണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് തന്നെ ജോലി നിർത്തിയിട്ട് തുടങ്ങണമെന്ന് പറയുന്നില്ല. ജോലി ചെയ്യണം, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു അതർ സോഴ്സ് ഓഫ് ഇൻകം കൂടി കാണാനുള്ള ഒരു വഴി ഇപ്പോഴേ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് കൊടുക്കും. ഇപ്പോൾ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുറത്തെ ഫുഡ് മേടിക്കുമ്പോൾ ഞങ്ങളാദ്യം പറഞ്ഞ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ അവിടെ ഇറക്കേണ്ട ആവശ്യമില്ല. ഫ്രണ്ട്സ് ഫാമിലിസിക്കിട്ട് അതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ബെനിഫിറ്റ് അല്ലേ. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഫ്രീ ആയിട്ട് നമുക്ക് റിസോർട്ട് സ്റ്റേ ചെയ്യാം. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മള് പോയില്ലേ, നമ്മള് റിസോർട്ടിൽ പോകുമ്പോൾ അവർ പൈസ ഇങ്ങോട്ട് തരുക. അത് നമ്മള് അതൊക്കെ പ്ലസ് പോയിന്റ് ആണ്. അതൊക്കെ ഒന്നും വേണ്ട, ഇച്ചിരി വിശന്നിരിക്കുകയാണെങ്കിൽ ചേട്ടാ ഞാൻ വന്ന് വീഡിയോ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കും ഹാപ്പി. ഇപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു പ്രീമിയം റിസോർട്ട്, ചിലപ്പോൾ ഒരു പെർ നൈറ്റ് ചിലപ്പോൾ 30K സ്റ്റേ, അവിടെ ഫ്രണ്ട്സ് ആയിട്ട് പോകുമ്പോൾ ഫ്രണ്ട്സും ഹാപ്പി. കാര്യം അവര് ഞങ്ങളും വരുമ്പോൾ ഇപ്പൊ അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പറയാ, ഞാൻ മറ്റേ ഫ്രണ്ട്സ് ഫാമിലീസിൽ അവർ നമ്മുടെ ചങ്കാന്ന് പറയുമ്പോൾ ആ ഒരു കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതൊക്കെ ഒരു ഭാഗം. ബേസിക്കലി നിങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സ് ആരൊക്കെയാ? എനിക്ക് ആക്ച്വലി ഷെസാമിനെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ പുള്ളിയുടെ പ്രസന്റേഷൻ ആണ്. പുള്ളി ആക്ച്വലി പുച്ഛം സംസാരിക്കും, പക്ഷെ അത് പുള്ളിയുടെ ഒരു ഐഡന്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഐക്കോണിക് പറയാന്ന് വെച്ചാൽ പുള്ളി ആ സാധനം സംസാരിക്കുമ്പോൾ ബേസിക്കലി പുള്ളി ആൾക്കാരെ ട്രിഗർ ചെയ്യുവാണ്. അപ്പോൾ ആ വീഡിയോക്ക് ഗ്രാജുവലി ഒരു റീച്ച് കിട്ടും. അപ്പോൾ ഒരു പുള്ളി ചിലപ്പോൾ റിയൽ ലൈഫിൽ എങ്ങനെ എനിക്ക് അറിയത്തില്ല, പക്ഷെ വീഡിയോയിൽ പുള്ളി ആ പുച്ഛിച്ച് ഒരാളെ സംസാരിക്കുമ്പോൾ ഗ്രാജുവലി ആ വീഡിയോ കയറും. അതുകൊണ്ട് പുള്ളിയുടെ എല്ലാ വീഡിയോസും നല്ല റീച്ച് കയറും. ആൾക്കാർ ആരും ചിന്തിക്കും. ഈവൻ പുള്ളി പുച്ഛെന്നൊരു ബ്രാൻഡ് തന്നെ പുള്ളി ഒരു സെറ്റ് ചെയ്ത് തരും. അപ്പോൾ എനിക്ക് ആ പുള്ളിയുടെ ആ ഒരു പ്രസന്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പുള്ളിയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ പുച്ഛ ഇട്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ. എന്താ ചോദിക്കണേ, പുച്ഛിട്ടുണ്ടോ? 2 ജില്ലകളെ തന്നെ അടുപ്പിച്ചവരായിരിക്കും. ഞങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ്. എന്താ പറയാ, എടാ നിങ്ങൾ ഇടുക്കിയിലേക്ക് എന്തിനാ പോകണം, നിങ്ങൾ ഇങ്ങോട്ട് വേണം, എറണാകുളത്തോട്ട് പോകാം, എറണാകുളത്ത് കാണാത്ത വ്യൂ പോയിന്റ് ആണോ ഇടുക്കിയിലുള്ളതെന്നൊക്കെ ചോദിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് അതൊരു ഇതാണ്, ഒരു പുച്ഛിക്കലാണ്. പുച്ഛം, പക്ഷെ വ്യൂസ് കയറും. അപ്പൊ എന്താ 2 ജില്ല നമ്മൾ കൂട്ടി ഇടുക്കിയിരിക്കും. എന്താ പറയണേ, ഇടുക്കിയാണ് സൂപ്പർ, എറണാകുളം സൂപ്പർ എന്ന് പറഞ്ഞാൽ ജില്ലകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. എന്താ എന്റർടൈൻമെന്റ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ജാസ്മിനിസം എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര വലിയൊരു ഇൻഫ്ലുവൻസർ അല്ല, പക്ഷേ പുള്ളിക്കാരത്തി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഫ്ലാറ്റിൽ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തിൻ്റെ വീട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഒരു ക്ലോത്തിങ് ഒക്കെ ഉണ്ട് പുള്ളിക്കാരത്തിക്ക്, ഒരു ആംബെക്സ് എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോസ് ഇപ്പം ഒന്നുമില്ല, ജസ്റ്റ് ഒരു ബസ്സിൽ പോയിട്ടൊരു പഴംപൊരിയും ചായയും കഴിക്കണതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാൾ. ഭയങ്കര നമ്മൾ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ എനിക്കിഷ്ടം സുജിത്തിനാണ്. കാരണം സുജിത്തിൻ്റെ വീഡിയോസ് ആണ് നമുക്കൊരു ക്ലാരിറ്റി വരും, എന്ത് കണ്ടാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് പ്ലെയിനിൽ കയറി പോകണം എങ്ങനെയാണെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയുടെ വീഡിയോ എടുത്ത് കണ്ട് ഫുൾ കാര്യങ്ങൾ കിട്ടി, എല്ലാ കാര്യങ്ങളും. അപ്പോൾ എനിക്ക് അവരെ ഇഷ്ടം കൂടുതൽ, ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കാണാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും സുജിത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും കാണും. ഒരു ബ്രെഡും ഒരു ചായ ഉണ്ടാവും, ചായ കുടിക്കും, ബ്രെഡ് കഴിക്കും, സുജിത്തിൻ്റെ. ഇതാണ് എൻ്റെ ഒരു ചില സമയത്ത് ഇവിടെ കാണൂല. അപ്പോൾ ഇവ നേരെ പോയിട്ട് ആ ഒരു ക്ലോസ് കോട്ടിൻ്റെ അകത്ത് കയറിയിട്ടുന്ന ഹെഡ്സെറ്റൊക്കെ വെച്ചിരുന്ന് കാണുന്നുണ്ടാവും. അതൊക്കെ രസമല്ലേ. എന്ത് ഫാക്ടർ നിങ്ങളാക്കി ഇവിടം വരെ എത്തിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഫാക്ടർ എന്താ? അത് വളരെ സിമ്പിളാണ്. കാര്യം വെച്ചകാലം മുന്നോട്ട് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കോട്ടില്ല, അതന്നെ ചെയ്തേക്കുക. ബേസിക്കലി ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ LKG തൊട്ട് ഒരുമിച്ച് പഠിക്കുന്ന ഫ്രണ്ട്സാണ്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങാം എന്നും പറഞ്ഞ് വന്നതല്ല. ഞങ്ങൾ ട്രിപ്പ് പോകുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, വീഡിയോ ഇടുന്നു. പിന്നെ ഇപ്പോഴാണ് ശരിക്കും ഒരു ബിസിനസ്സായിട്ട് ഞങ്ങൾ തുടങ്ങണത്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു മഴ വന്നു, ഞങ്ങൾക്കൊരു മല കയറണം. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മഴയത്ത് പെട്ടുപോകുന്നുള്ളതല്ല, എന്തായാലും നമ്മൾ ഇറങ്ങി.
ഇതിന് വേണ്ടിയിട്ട് കോട്ട് വിട്ട് ഇറങ്ങി. എന്നാൽ പിന്നെ അങ്ങ് വെച്ച കാലം മുമ്പോട്ട്. ഇതാണ് ഞങ്ങൾ ഇത്ര നാട് ഫോളോ ചെയ്യണ റൂള്. കാരണം ഈ ഒരു കഴിഞ്ഞൊരു 24-25 വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് അറിയാവുന്ന കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും എന്താ പറയുക, പല പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളത് ഈ പറഞ്ഞ പോലെ തന്നെ സോൾവ് ചെയ്ത് അത് ഒറ്റൊരു പാത്തിൽ പോവുക. എന്നെക്കാട്ട് 2 ദിവസം മൂത്താണെങ്കിലും ഇവൻ എൻ്റെ ഒപ്പം ആയിരുന്നു. ഒരു ക്ലാസ്സിലായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കൂടുതലാണ് ഇതിനെ കൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ ഒരു ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 2 വയസ്സ് കൂടി. അത് ഈ പണ്ടത്തെ ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. ഈ നവംബർ, ഒക്ടോബർ, ഡിസംബർ. അതൊന്നുമല്ല, ഇവൻ LKG തോറ്റുപോയി. അതെനിക്കറിയാം, ഞാൻ ഡിസംബർ പോണ. ഇവൻ LKG തോറ്റുപോയി. ഞാനാണെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിയുള്ളതുകൊണ്ട് എനിക്ക് LKG 1ാം ക്ലാസ്സോട് പ്രൊമോഷൻ കിട്ടി. ഇത്രയും സംഭവം എന്നെ വൈകി ചേർത്തു, ഇവിടെ നേരത്തെ ചേർത്തു. ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തായാലും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 23-24 ഇയേഴ്സ് ആയിട്ട് അറിയാം. നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ട്സിനെക്കാളും ഒരു ബ്രദർഹുഡ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഞങ്ങൾ തെറ്റിയിട്ടില്ല, പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. പക്ഷേ തെറ്റിയിട്ടില്ല. ഞങ്ങളുടെ അഭിപ്രായം വളരെ കോമഡിയാണ്. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാല്, വിജയ്, സൂര്യ ചിലപ്പോ ഞാൻ വണ്ടി നിർത്തിയിട്ടുണ്ട്. കാര്യം ഒരു പ്രാവശ്യം മമ്മൂട്ടി, മോഹൻലാൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പിന്നത്തെ ടോപ്പിക് മമ്മൂട്ടി ഫാനാ, ഞാൻ മോഹൻലാൽ ഫാനാ. അങ്ങനത്തെ ഒരു സംഭവം. മോഹൻലാലും മമ്മൂട്ടിയെ കൂടി കമ്പയർ ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഇപ്പൊ കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെ നല്ല വഴക്കുണ്ടാക്കും. വഴക്കെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലാസ്റ്റ് വഴക്കാട് ഞങ്ങൾ വണ്ടി നിർത്തി പോവാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ വിഷയങ്ങളാണ്. അല്ലാണ്ട് പൈസയുടെ പേരിലൊന്നും ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ മമ്മൂട്ടി, പൈസ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വിജയ് സൂര്യ, അയ്യോ അതുണ്ട് ശരിയാ. പിന്നെന്ന് വെച്ചാൽ ഇവനിപ്പോ നമുക്കിപ്പോ എന്തെങ്കിലും പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ കൊടുക്കാന്നുള്ളതല്ലാണ്ട് ഇത്ര നിനക്ക് അങ്ങനെയൊന്നുമില്ല. നമ്മളത് ആലോചിക്കാറ് പോലും ഇല്ല. പാർട്ണർഷിപ്പിന്റെ ഏറ്റവും വലിയ ഡേഞ്ചർ ഫാക്ടറാണ് ഈ മണി. കാര്യം പൈസ വരുമ്പോൾ ആൾക്കാരെ എങ്ങനെ ഡിസൈഡ് എന്ന് പറയാൻ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു മാത്രമേ ഉള്ളൂ. പിന്നീട് നമുക്ക് ചിലപ്പോൾ വേറൊരു ഗ്യാങ് വരും. അപ്പോൾ ഒരു ഗ്യാങ് ചിലപ്പോൾ അവർ പറയും, എടാ നീ എന്തിനല്ലാതെ ചെയ്യണത്, മറ്റൊന്നല്ല ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ടോക്ക് വരും. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ തുടക്കം മുതലേ ഞങ്ങൾ ഡിസൈഡ് ചെയ്തായിരുന്നു. എടാ പൈസ, ഇങ്ങനത്തെ ഗ്യാങ്, അങ്ങനത്തെ കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സംസാരിച്ച് തീർക്കുക. അല്ലാണ്ട് അവര് കാര്യങ്ങൾ സംസാരിച്ച് തീർക്കുക. വെറുതെ അവരിവിടെ നിന്നൊക്കെ കേൾക്കണത് മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നതാണ് ഏറ്റവും വലിയ. ഞങ്ങള് തുടക്കം തന്നെ ഞങ്ങൾ എഗ്രിമെന്റ് എഴുതി, ഓണർഷിപ്പും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വേറൊരു പ്രശ്നം വരാനില്ല. കാരണം എല്ലാം ഓൾറെഡി റെക്കോർഡിങ്ങില് ബേസിക് ആയിട്ട് വേണ്ടത് അതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളെല്ലാം റെക്കോർഡിക്കലി എല്ലാം എഴുതി വെച്ചേക്കുക. അല്ലാണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലൊക്കെ തുടങ്ങി അടി ഉണ്ടാവുന്ന ഒരു ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഡെയിലി കേൾക്കാനും കിട്ടുന്നുണ്ട്. പിന്നെ കാര്യം ഇപ്പോൾ നമ്മൾ അസംഷൻ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പം നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പക്ഷെ അവരുടെ ഇടയിൽ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് വരുമ്പോൾ മനുഷ്യരാണ്, മാറാം, പൈസ വരും. ചിലപ്പോൾ എനിക്ക് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഞാനാണ് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യണത്, അവനത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ഞാനാണ് കൂടുതൽ ഏൺ ചെയ്യേണ്ടത്, അങ്ങനത്തെ തോട്ട് വരും. അത് ബേസിക് ഇതാണ്. പക്ഷെ അത് തുടക്കത്തിൽ നമ്മൾ റെക്കോർഡിക്കലി സെറ്റ് ചെയ്യുവാണെങ്കിൽ അത് പിന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഏറ്റവും കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു കോട്ട് ഏതായിരിക്കും? എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്. ഞാനത് ചെയ്യാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. അതായത് എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ അതിനുവേണ്ടി എന്തും ചെയ്യും. പക്ഷെ ചില സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്കൊരു ബാഡ് അടിക്കും. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് അത് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ് എന്നൊരു സാധനം. അതായത് ഓവറായിട്ട് നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട് കുളം തോണ്ടാൻ പോകില്ല. നമ്മളൊരു സാധനം സ്പേസ് ഇടാം. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. നേരത്തെ ഞാൻ അവരുടെ തോളത്തിൽ നിന്ന് കിടന്നു, അങ്ങനത്തെ ഒരുത്തനായിരുന്നു. ഇപ്പൊ ഞാനത് ഞാനെന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റിന് ഒരു മീറ്റർ സെറ്റ് ചെയ്യുക. അത് മോഹൻലാൽ പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. കാരണം പുള്ളി എന്ന് പറഞ്ഞാൽ വീടും കുടുംബമൊക്കെ വിട്ടിട്ടാണല്ലോ ഈ പ്രൊഫഷൻ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു സാധനം കിട്ടി. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയി. എൻ്റെ മനസ്സിലത് എപ്പോഴും കിടക്കും ആ ഒരു സാധനം. എനിക്ക് തോന്നുന്നു ആസ് എ മോഹൻലാൽ സാറിനെ പറയാനാണെങ്കിലും ആസ് എ കംപ്ലീറ്റ് ആക്ടർ നമ്മൾ പറയുന്നുണ്ട്, അതേപോലെ തന്നെ എല്ലാത്തിലും ഒരു ഇത് വെക്കുന്നുണ്ട്. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ്, എല്ലാത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സിനിമയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഫുള്ളി ആൾ കവർ ചെയ്യുമ്പോഴാണ് ആസ് എ കംപ്ലീറ്റ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പുള്ളിയുടെ ഇപ്പോൾ ഒരു പടം പൊട്ടിയെന്ന് വിചാരിക്കും, പുള്ളിക്ക് അത് കഴിഞ്ഞൊരു ടെൻഷനും ഇല്ല, പുള്ളി അപ്പം അടുത്തതിലോട്ട് പോവാം. അതുകൊണ്ട് പുള്ളി ജയിക്കണത്. മീൻസ് പുള്ളി പിന്നെ ആ ഒരു ടോപ്പ് പൊസിഷനിലോട്ട് പോകണുണ്ടോ. അതേസമയം ചിലവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ പടം പൊട്ടി, പുള്ളി ഫുള്ള് പോയി മൈൻഡ് ഔട്ടായി, അങ്ങനെ വരരുത്. ഞാനത് ചെയ്യില്ല എന്നൊക്കെ. അതെ അതെ അതെ, അതാണ് എൻ്റെ ഒരു ഞാൻ പറഞ്ഞു അല്ലേ. അതെ, അല്ല, എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന സംബന്ധിച്ച് ഫോളോ ചെയ്യോ പാത്താണ്.
കാര്യം ഓരോരുത്തർക്കും ഓരോ വഴിയാണ്. ഇപ്പം ഞാൻ എൻ്റെ വഴി കൂടി പോകുമ്പോൾ അയ്യോ മറ്റു വഴി കൊള്ളാം, ആ വഴി പിടിക്കാൻ വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. കാര്യം ഇപ്പം ഞാൻ തന്നെ ഒരു സാധനം ചെയ്യുമ്പോൾ ആ സംഭവം ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും പറയും എടാ നീ ഈ വഴി പോകും, എന്തിനാണ് ഈ നിൻ്റെ വഴി പോണേ. പക്ഷേ ഞാൻ എൻ്റെ വഴി പോയില്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല, ആ ലൈഫിന് പർപ്പസ് ഇല്ല. അപ്പം നമ്മൾ നമ്മുടെ വഴി തന്നെ ചൂസ് ചെയ്യുക. അതിലിപ്പോൾ എന്തെങ്കിലും വേറൊരു ഫാൻറ്റസി വേൾഡ് ആയിരിക്കാം, അതന്നെ ചൂസ് ചെയ്ത് പോവുക. അതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ ബാക്കി ആൾക്കാർ എന്ത് പറയുന്നു അത് ഇവിടെ കൂടി കേൾക്കുക, ഇവിടെ കൂടി കളയുക. നിങ്ങൾ IT പ്രൊഫഷണൽസായി, ഇൻഫ്ലുവൻസേഴ്സായി, ഇപ്പോൾ ഓൺടർപ്രണേഴ്സായി. അപ്പോൾ ഈ ഒരു ജേർണി നിങ്ങളെ പഠിപ്പിച്ചത് ബിഗ്ഗസ്റ്റ് ലെസൺ എന്താ? ആ ഒരു ക്വസ്റ്റിന് തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. കാര്യം ജേണി പഠിപ്പിച്ച ലെസൺ, ആ ഒരു ജേണി എൻജോയ് ചെയ്യുക. കാര്യം നമ്മൾ ഡെസ്റ്റിനേഷൻ നോക്കി പോകരുത്. കാര്യം എല്ലാ ജേണിയും പോണ വഴിക്ക് നമുക്ക് പല പല കാര്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റും. ഡൗൺസ് ഉണ്ടാവും, അപ്സ് ഉണ്ടാവും. അതങ്ങ് എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് പോയി കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തും. ഐ തിങ്ക് ബേസിക്കലി നമ്മൾ പറയുന്ന എൻഡ് ഓഫ് ദി ഡേ എൻജോയ് ദ പ്രോസസ് അല്ലേ? സിംപ്ലി എൻജോയ് ദ പ്രോസസ്. അതാകുമ്പോൾ നമുക്ക് ആ ഒരു ഗിൽട്ട് ഫീൽ അടിക്കില്ല. അയ്യോ ഞാൻ എത്തിയില്ല ബാക്കിയെല്ലാവരും എത്തി, അങ്ങനെയില്ല. നമ്മുടെ ജേണി നമ്മൾ എൻജോയ് ചെയ്യുക. അതിൽ ഒരു സ്ഥലത്ത് ഭയങ്കര ഒരു റീച്ച് പോവാം, ഒരു ദിവസം ഭയങ്കര ഡൗൺലോഡ് പോവാം, ഒരു ദിവസം ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ ആ ജേണി എൻജോയ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അത് നല്ല രസമായിരിക്കും. അല്ല, അത് തന്നെയാണ് നമ്മൾ നിർത്താതെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അത് ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ ഒരു 11ാമത്തെ പ്രാവശ്യമായിരിക്കും നമ്മൾ ക്ലിക്കാവണത്. ചില ആൾക്കാർ 9ാമത്തെ പ്രാവശ്യം നിർത്തിക്കളയും. അപ്പോൾ എനിക്കതാ മനസ്സിലായി. ഞങ്ങളിപ്പോൾ എന്ത് തുടങ്ങിയാലും ഇത് എന്തായാലും ക്ലിക്കാവുന്നുള്ളൊരു മൈൻഡ് സെറ്റ് തന്നെ തുടങ്ങുന്നത്. കാര്യം നമ്മളതൊരു കൺസ്റ്റൻ്റ് പോയി കഴിഞ്ഞാൽ അത് ക്ലിക്കാവും. അത് ഞങ്ങൾക്കിപ്പോൾ ഉറപ്പായി. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ വലിയ ഫേസ് വാല്യൂ ഒന്നുമില്ല. ജസ്റ്റ് 2 പിള്ളേർ, ഒരു IT പിള്ളേർ ജസ്റ്റ് ഒരു സൈക്കിളിന് സ്റ്റാർട്ട് ചെയ്തു. അത് ബൈക്കായി, പിന്നെ കാറായി, പിന്നെ ഓരോ പ്രൊമോഷൻസ് ആയി. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെയൊന്നുമില്ല, ചെയ്തുകൊണ്ടേ ഇരിക്കുക, തോറ്റാലും ചെയ്തുകൊണ്ടിരിക്കുക. ഈ ജേണിയിൽ ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. കാരണം ട്രൈ ചെയ്താൽ നടക്കും. പിന്നെ വേറെ കേസ് ഉണ്ട്, ഇതെല്ലാം തുടങ്ങിയിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ, നമ്മളെ പണിയെടുക്കണം അതിന് വേണ്ടിയിട്ട്. ഒരു എക്സ്ട്രാ എഫേർട്ട് എന്തായാലും വേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്ത് പുറത്തിറങ്ങിയാലാണ് ലക്ഷ്യം. അതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക. നമ്മൾ അത്രേ ഉള്ളൂ. നമ്മൾ സ്ഥിരം ചെയ്യുന്ന ആ റൂട്ടീൻ ബ്രേക്ക് ചെയ്ത് ഇതിന് വേണ്ടി ഒരു എക്സ്ട്രാ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം ക്ലിക്കാവും. അത് എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, ക്ലിക്കാവും. അപ്പോൾ ഇനി നെക്സ്റ്റ് 5 ഇയറിലോട്ട് വർക്സോ ആൻഡ് ഫ്രണ്ട്സ് ഓൺ വീൽസിൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താ? നമ്മൾ ഫ്രണ്ട്സ് ഓൺ വീൽസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്കോ സിസ്റ്റം ബിൽഡ് ചെയ്യണമെന്നുണ്ട്. അതായത് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റി, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ ഈ വർക്സോയിൽ വരുന്ന എംപ്ലോയീസ് ആണെങ്കിലും അവർ വീട്ടിൽ നിന്ന് ഡിപ്രഷൻ അടിക്കേണ്ട, അവർക്കൊരു ചില്ല് ചെയ്ത് നടക്കാൻ. ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇച്ചിരി പ്രായമുള്ളവരാണെങ്കിൽ പോലും നമ്മളുടെ ഒരു വൈബിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റണം. കാര്യം ബേസിക്കലി നമുക്ക് ഫ്രണ്ട്സ് ഓൺ വീൽസിൽ നമുക്ക് റിസോർട്ട്സിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ ഇവൻറ്റ്സിന് ഇഷ്ടംപോലെ പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഫ്രീ ടിക്കറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വർക്സോയിൽ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ആ ഇവൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ആ റിസോർട്ടിൽ പോകാം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വേറൊരു സ്പേസിലോട്ട് ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ ഈ നോർമൽ കോവർക്കിംഗ് സ്പേസ് എങ്ങനെയാണ്, ഒരാൾ വന്നിരുന്ന് വർക്ക് ചെയ്യുന്നു, എല്ലാ കോവർക്കിംഗ് സ്പേസും ഈ പറയുന്ന AC-യും ഡെഡിക്കേറ്റഡ് ഡെസ്കും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ അവര് ചിലപ്പോ ഒന്ന് ചായ കുടിക്കാനൊക്കെ പോയിട്ടുണ്ടാവാം, അല്ലാണ്ട് ഈ കോവർക്കിംഗ് സ്പേസുകൾ ഒന്നും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ മാത്രമല്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇതിന്റെ പേയ്മെന്റ് കുറച്ച് വെച്ചേക്കണം പെർ ഡേ. പക്ഷെ ഒരു ട്രിപ്പ് കൊണ്ടുപോവാ, ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പൊട്ടുമായിരിക്കും, പക്ഷെ കുഴപ്പമില്ല, ഒരു വൈബ് എൻജോയ് ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്കും ഇപ്പം എന്താണ് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങൾ നാളെ തന്നെ ഒരു സ്ട്രേഞ്ചേഴ്സ് മീറ്റ് നടത്തുന്നുണ്ട്. ഒരു റിസോർട്ട് എടുത്തേക്കുവാ. ആ റിസോർട്ടിനകത്ത് ചുമ്മാ ഉള്ള കുറച്ച് ആൾക്കാർ, ഒരു 8 പേര് കൊണ്ടുപോവാ. ചുമ്മാ അടിച്ചോളൂ, ഞങ്ങളുടെ കയ്യിൽ ചിലവാണ്. അവർക്ക് ഫുഡ്, സ്റ്റേ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യണത്. അത് ബോട്ടിങ്ങും ഫിഷിങ്ങും എല്ലാം ഉണ്ട്, അവർക്ക് അതൊന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഒരു വീട്ടിലിരുന്ന് അടുത്തൊരാൾക്കാണെങ്കിൽ അതൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ കോവർക്കിംഗ് സ്പേസിൽ അവർ വരുന്നു, അവർക്ക് ഇതേപോലെ ഓപ്പർച്യൂണിറ്റി, ഇപ്പം നല്ലൊരു റിസോർട്ടിൽ പോകുന്നു അല്ലെങ്കിൽ നല്ലൊരു ഇവന്റിൽ അറ്റൻഡ് ചെയ്യുന്നു, അവർക്ക് എന്തുകൊണ്ടൊരു നല്ലൊരു ഫാമിലി പോലെ. ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അവിടെ ഞങ്ങൾ അവർ പറയുന്നത് ഫാമിലിയാന്ന് പറയുന്നത്. പക്ഷേ കേക്ക് കട്ടിയ നേരത്ത് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫാമിലി ആയിട്ട് അവർ പറയും. പക്ഷേ ഞങ്ങൾ പക്ഷേ അങ്ങനെ ഫേക്ക് കേക്ക് കട്ടിങ്, ഫേക്ക് സെലിബ്രേഷൻ, ആ ഒരു ഫേക്ക് ഫേസസ് ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഞങ്ങൾ ആക്ച്വലി ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കുക. ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്ത് അവർക്ക് ഇതേപോലെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു കമ്മ്യൂണിറ്റി, ഒരു പ്രോപ്പർ കമ്മ്യൂണിറ്റി ബേസ്ഡ് കോവർക്കിംഗ്. ചിലപ്പോൾ ഞങ്ങൾ പറയും ഇന്നൊരു 10 മൂവി ടിക്കറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 20 മൂവി ടിക്കറ്റ്സ് ഉണ്ട്, നമുക്ക് പോയി കാണാം. അപ്പോൾ ആ ഒരു വൈബിനുള്ള ആൾക്കാരുണ്ടല്ലോ,
കാര്യം പൊതുവെ ഇപ്പോഴത്തെ ഒരു പിള്ളേർ അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ് എന്ന് കഴിഞ്ഞാൽ അവർക്ക് സെലിബ്രേഷൻസ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവർക്ക് ജസ്റ്റ് വീട്ടിൽ വെറുതിരിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. അപ്പോൾ അവരെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യണ ഒരു അല്ലെങ്കിൽ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പല ഓപ്പർച്യൂണിറ്റീസും ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും. പലയിടത്തുനിന്നും വർക്ക് ചെയ്യുന്നവരുണ്ടാവും, ലൈക്ക് പുറത്തുനിന്ന് ഇപ്പോൾ ബാംഗ്ലൂർ ആയാലും ദൂരെ നിന്ന് വർക്ക് ചെയ്യുന്നവർക്കായാലും ഇവിടെ അധികം ഫ്രണ്ട്സ് ഇല്ലാത്തവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ടു മേക്ക് ഫ്രണ്ട്സ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ 40 സീറ്റേ ഉള്ളൂ, കുറച്ച് സീറ്റേ ഉള്ളൂ. ഈ 40 സീറ്റിലെന്ന് പറഞ്ഞാൽ വലിയൊരു കോർക്കിംഗ് സ്പേസ് കൊണ്ട് സാധാരണ 200 സീറ്റൊക്കെ ഉണ്ടാവും. ഇത് അങ്ങനെയൊന്നുമില്ല, ഒരു 40 ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിയാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പണ്ടത്തെ ഒരു ചായ പിടിക്കുക എന്ന് പറയാം. ആൾക്കാർ ചായ ഉണ്ട് ഇവിടെ, ചായ ഉണ്ട്, അതാ പറഞ്ഞത്, ചായ പിടിക്കുക എന്ന് പറയാം. അവർക്ക് വന്നിരുന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് അവർക്ക് ആ ഒരു സോഷ്യൽ ബീങ് ആയിട്ട് നിൽക്കാം. അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ഇതിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവര് വിചാരിക്കും ഞങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. വേറെ ഒന്നുമല്ല, ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി വേണം. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ഫ്രണ്ട്സ് ഇല്ല. എനിക്ക് ഇവന് ഞാനല്ലാണ്ട് വേറെ ഫ്രണ്ട്സ് ഇല്ലേ, എല്ലാരും പുറത്തോട്ട് പോയി, ആരുമില്ല, എല്ലാരും പുറത്താ. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരു 10 പേര് പുറത്താ, ദുബായ്, ബാംഗ്ലൂര്, ചെന്നൈ. അപ്പൊ നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. അവര് വരുമ്പോ അവരും ഉണ്ടാവും ഇതില്. ഇതേപോലെ എന്തായാലും കുറച്ച് ഗ്യാങ് കൂടെ ഉണ്ടാവും. ഇതേപോലെ ഫ്രണ്ട്സ് ആയാലും പുറത്തു പോയിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്ന ഗ്യാങ് ഉണ്ടാവും. എല്ലാരും കൂടി ഒറ്റപ്പെട്ട് ഇതിനകത്തിരിക്കാം, എല്ലാവർക്കും കൂടി ഒറ്റപ്പെടാം. എന്താ മെന്റാലിറ്റി. അല്ല, ഇതൊരു ഒരു വെറൈറ്റി കൺസെപ്റ്റ് ഇല്ല, കാരണം അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ അല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ മെയിൻ പർപ്പസ് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വിഷനും നെക്സ്റ്റ് 5 ഇയറിലോട്ടുള്ള പ്ലാനും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പം എല്ലാത്തിൻ്റെ IT ഫീൽഡിൻ്റെ ആയാലും ടൈം മാനേജ്മെൻ്റ് ആയാലും എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടി, ഒന്ന് സംസാരിക്കാൻ ഓപ്പണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം, ഒരു സ്പേസ് ആയിട്ട് തന്നെ നിങ്ങളിത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും ആ ഒരു സ്പേസ് കിട്ടി. വി ആർ റിയലി ഗുഡ് ഫോർ ഇറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു.